പൊതുവെ ആരെങ്കിലുമൊക്കെ വായിക്കുകയും അതേക്കുറിച്ച് നല്ലതോ ചീത്തയോ ഒക്കെ ആയ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക, അത് കേൾക്കുക, അതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുക എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ പുസ്തകം പുറത്തു വന്നത് ഒരു വലിയൊരു എന്താ പറയാ പ്രതിസന്ധിയുടെ സമയത്താണ്. ലോകമാസകലം ഈ കോവിഡിന്റെ പിടിയിൽ പെട്ടുപോയ ഒരു കാലത്ത് ഈ കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിലാണ് ഇത് പുറത്തു വന്നത്. മാർച്ച് പകുതി കഴിയുന്നതോടെ അവസാന വാരത്തിൽ ലോക്ക്ഡൗൺ വരികയും ചെയ്തു. അതിനിടയിൽ 6 മാസത്തിനിടയിൽ കുറെയൊക്കെ പേരുടെ കയ്യിൽ ഇതെത്തി. കുറെ പേർക്കൊന്നും ഇപ്പോഴും അത് ലഭ്യമായിട്ടില്ല. വായിക്കണമെന്ന് താല്പര്യപ്പെട്ട ചിലർ തന്നെ പുസ്തകം കാണാൻ കഴിഞ്ഞില്ല എന്ന് എന്നോട് വ്യക്തിപരമായി പറയുകയുണ്ടായി. ഈ പുസ്തകത്തിന്റെ പ്രകാശനവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഒക്കെ ഇതിന്റെ പ്രസാധകര് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതൊന്നും ആ സമയത്ത് നടക്കുകയുണ്ടായില്ല. ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് ഈ കോവിഡ് വന്ന് എല്ലാം സ്തംഭിച്ചതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ചെറിയ മീറ്റിംഗ് മാത്രമാണ് നടന്നത്. അന്ന് മഹാഭാരതത്തിന്റെ ഒരു പേർഷ്യൻ വേർഷനെ കുറിച്ചാണ് മുഖ്യമായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞത്. അന്ന് ഗുരുക്കൾ മാഷ് ഡോക്ടർ രാജൻ ഗുരുക്കള് അന്ന് അവിടെ ആ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ആ നിലയിൽ 4-5 ചർച്ചകൾ പല ഭാഗങ്ങളിലായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇതിൽ അത്യാവശ്യം ഇടപെട്ടിട്ടുള്ള പണ്ഡിതന്മാര് എല്ലാം ഉൾപ്പെടുന്ന സദസ്സുകളായിട്ട് അതൊന്നും നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി വ്യാപകമായ ചർച്ചകൾ നടക്കുമെന്ന് ആദ്യം കരുതിയിരുന്നെങ്കിലും അത് നടക്കാതെ പോയ ഒരു സ്ഥിതിയാണ് പുസ്തകം പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. പിന്നീട് മീറ്റിങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല. ചുരുക്കം ചില വായനകളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഞാൻ കാണുകയുണ്ടായത്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ പുസ്തകത്തെക്കുറിച്ചുള്ള വിപുലമായ ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചത് വളരെ സന്തോഷകരം. 2 ആഴ്ച മുമ്പ് പയ്യന്നൂര് കസ്തൂർബ വായനശാലയും ഇതിനെ മുൻനിർത്തി ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണിത്. ധാരാളം പേർ കേട്ട പ്രഭാഷണമാണ്. അന്നും അതേക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ വന്നപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അതൊരു നല്ല കാര്യമാണെന്ന് കൂടിയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ പുസ്തകം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നതുകൊണ്ടാണ് അത് അഭിപ്രായ ഭിന്നതകളായി തീരുന്നത് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സ്ഥിതി ഈ പുസ്തകത്തെ മുൻനിർത്തി ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം ഈ ചർച്ചകളിൽ നിന്ന് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ഉള്ള ചർച്ച VM മാഷനോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ദീർഘമായൊരു പ്രഭാഷണം ഇതേക്കുറിച്ച് നടത്തണമെന്നില്ല എന്നാണ് മനസ്സിൽ കരുതിയത്. കാരണം പറയാനുള്ളത് മുഴുവൻ പറയുകയും ഈ മഹാഭാരത പ്രഭാഷണം എന്ന് പറയുന്നത് തന്നെ അതിദീർഘമായ പ്രഭാഷണമായിരുന്നു. 5 ദിവസം കൊണ്ട് ഏതാണ്ട് 15 മണിക്കൂറോളം നീളുന്ന പ്രഭാഷണമായിട്ടാണ് ഇത് നടത്തിയത്. അങ്ങനെ പറയുകയും പിന്നീട് അത് ക്രമീകരിച്ച് പുസ്തകമാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഈ പുസ്തകത്തെ കുറിച്ച് വീണ്ടും പറയുന്നതിൽ വലിയൊരു അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇതിന്റെ ചർച്ചകളിൽ ഞാൻ പൊതുവെ എന്താണ് ഇതേക്കുറിച്ചുള്ള വാദങ്ങൾ അഭിപ്രായങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്ന് കേൾക്കാനാണ് പൊതുവെ താല്പര്യപ്പെടുന്നത്. വീണ്ടും ഞാൻ എഴുതിയത് എന്താണ് എന്ന് 900 പേജ് എഴുതിയതിന് ശേഷവും പറയുന്നതിൽ ഒരനൗചിത്യം ഉണ്ടല്ലോ. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് അങ്ങനെ അധികം പറയേണ്ടതില്ല എന്നൊരു തോന്നലാണ് പൊതുവിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വച്ച് പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ചോ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ ദീർഘമായൊന്നും പറയാൻ ഞാൻ ഇവിടെ മുതിരുന്നില്ല. നിങ്ങളിൽ ധാരാളം പേർ അത് വായിച്ചു കഴിഞ്ഞു. കുറെ പേരെങ്കിലും വായനയിൽ ഉണ്ടാവും.
കുറച്ചുപേര് ഇനിയും വായിച്ചേക്കും. അതുകൊണ്ട് ആ പുസ്തകത്തിന്റെ ആലോചനകൾ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നടത്തുമെന്ന പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ മഹാഭാരത പഠനത്തെ സംബന്ധിക്കുന്ന എൻ്റെ ചില സമീപനങ്ങൾ എന്തായിരുന്നു എന്ന കാര്യം ചുരുക്കത്തിൽ സൂചിപ്പിക്കാനാണ് മുതിരുന്നത്. 2-3 കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. അതിലൊന്ന് ഡോക്ടർ മോഹൻദാസ് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. ഇതിന് സവർണതയെ മറികടക്കാനുള്ള ഒരു ശേഷി ഇപ്പോൾ ഉണ്ടോ? ഇതേക്കുറിച്ചുള്ള ആലോചനകൾ സവർണതയ്ക്കപ്പുറം എന്തിനെങ്കിലും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്, ഈ പുസ്തകത്തോട് എന്തൊരെങ്കിലും വിമർശനം ഉന്നയിക്കാനുണ്ടോ എന്നൊരു ചോദ്യവും ആ പ്രഭാഷണത്തിൽ ഡോക്ടർ ഉന്നയിക്കുകയുണ്ടായി. സമാനമായ ചോദ്യങ്ങൾ പല രൂപത്തിൽ പലയിടങ്ങളിലും ഉയർന്നിട്ടുമുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളും അതിനപ്പുറം ഒരു പുസ്തകത്തെ സമീപിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്, അതെൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് ഞാൻ പറയുന്നത് ഞാൻ വളരെ സ്വകാര്യമായി വ്യക്തിപരമായി ആലോചിച്ചുണ്ടാക്കിയ ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്കല്ല, മറിച്ച് ഞാൻ സ്വാംശീകരിച്ച ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാട് എന്നർത്ഥത്തിൽ. ലളിതമായി പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യം, ഒരു ക്ലാസിക്കൽ എപ്പിക്കുകളെ സംബന്ധിച്ചല്ല. ക്ലാസിക്കൽ എപ്പിക്കുകൾ എന്ന് മാത്രമല്ല, സോഷ്യൽ പ്രോസസ്സിനെയോ ചരിത്ര വ്യക്തിത്വങ്ങളെയോ ഒക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അവയെ സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഞാൻ ഈ ടെക്സ്റ്റിലും പിൻപറ്റിയ ഒരു മാർക്സിസ്റ്റ് നിലപാട് എന്താണ്, അതിൽ ഞാൻ പ്രത്യേകമായി ആ പൊതു കാഴ്ചപ്പാടിൽ എൻ്റേതെന്ന നിലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണ്, ഈ 2 കാര്യങ്ങൾ പറയാനാണ് മുഖ്യമായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ഒരു രീതിശാസ്ത്ര സമീപനത്തെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഇനിയും കടക്കുന്നില്ല. ഇവിടെ പുസ്തക പരിചയം നടത്തിയ ആളുകളും ആസ്വാദനം പറഞ്ഞപ്പോഴും ഒക്കെ അത് പല രൂപത്തിൽ പറയുകയുണ്ടായി. 7 ഭാഗങ്ങളാണ്, 25 അധ്യായങ്ങളാണ്, ഓരോ ഭാഗത്തും ഓരോ സവിശേഷ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, മഹാഭാരതം എന്ന കൃതി ഞാൻ ഈ പുസ്തകത്തിൽ പല തവണ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് അല്ല. നിങ്ങൾക്ക് ആദിമധ്യാന്ത പൊരുത്തത്തോടെ സംഗ്രഹ രൂപത്തിലോ മറ്റോ മനസ്സിലാക്കാവുന്ന ഒരു ടെക്സ്റ്റേ അല്ല മഹാഭാരതം. എ.കെ. രാമാനുജന്റെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്, നോട്ട് എ ടെക്സ്റ്റ് ബട്ട് എ ട്രഡീഷൻ എന്നാണ് അദ്ദേഹം പറയുക. ഒരു പാരമ്പര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു സവിശേഷത എന്താന്ന് വെച്ചാൽ, പാരമ്പര്യം എന്നത് വാസ്തവത്തിൽ വളരെ നവീനമായ ഒരു കാര്യമാണ്. പാരമ്പര്യം വളരെ പഴയതാണ് എന്ന് പൊതുവെ കരുതുമെങ്കിലും പാരമ്പര്യം പഴയതല്ല. പാരമ്പര്യം ഓരോ സമൂഹവും തങ്ങളുടെ ഭൂതകാലം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വച്ചു പുലർത്തുന്ന ധാരണകളുടെ ആകത്തുക കൂടിയാണ് പാരമ്പര്യം. രാമാനുജന്റെ പ്രസിദ്ധമായ കഥയുണ്ട്. രാമാനുജനും അനന്തമൂർത്തിയും ഗിരീഷ് കർണാടും പലരും ഈ കഥ പറയുന്നത് ആവർത്തിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. കഥ ഒന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിലും പലരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദ മാഷ്, രാജഗുരുക്കളൊക്കെ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഥ ഇത്രേ ഉള്ളൂ. ഒരു മരം വെട്ടുകാരന്റെ കയ്യിൽ ഒരു മഴുവുണ്ട്. അപ്പൊ അയാള് വളരെ ആവേശപൂർവം പറയുന്നത്, ഇത് എൻ്റെ തലമുറയായുള്ള അപ്പനപ്പൂപ്പന്മാർ ഉപയോഗിച്ചു പോരുന്ന മഴുവ. അതിങ്ങനെ അഭിമാനപൂർവ്വം സ്ഥിരം പറയും. അപ്പോ ഒരാളൊരിക്കൽ അയാളോട് ചോദിച്ചു, അല്ല, ഇതിന്റെ ഇത്രയും കാലം തലമുറയായിട്ടും ഇതിന്റെ പിടി
മാറി, പിടിക്കൊന്നും പറ്റിയില്ല. മരം കൊണ്ടുള്ള പിടിയാണല്ലോ, ഇത്ര കാലം ഉപയോഗിച്ചിട്ടും അതിന് കേടൊന്നും വന്നില്ലേ. അപ്പോ ഇയാള് പറഞ്ഞു, അല്ല പിടി ഒരിക്കൽ ഒടിഞ്ഞിട്ടുണ്ട്, പിടി മാറ്റിയിട്ടുണ്ട്, പക്ഷെ പിടിയല്ലല്ലോ മഴു എന്ന് പറഞ്ഞു. മറ്റൊരാൾ പിന്നീട് അയാളോട് ചോദിച്ചു, അല്ല ഇത് ഇത്രയും വെട്ടുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് ഇതിന് തേയ്മാനം വരികയോ ഇത് പൊട്ടുകയോ ഒന്നും ചെയ്തില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, പൊട്ടിയിട്ടുണ്ട്, 1-2 തവണ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, അലക് ഇടയ്ക്ക് കേടായി ഇങ്ങനെ തേഞ്ഞു പോയി പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പൊ അലക് മാറ്റിയിട്ടുണ്ട്. ഫലത്തിൽ മഴുവിന്റെ അലകും പിടിയും മാറ്റിയിട്ടുണ്ട്. അതിന്റെ മൂർച്ചയുള്ള ഇരുമ്പ് ഭാഗവും ആ ഇരുമ്പ് ഭാഗം ഉറപ്പിച്ച കൈപ്പിടിയും മാറ്റിയിട്ടുണ്ട്. എങ്കിലും മഴു വളരെ പ്രാചീനമാണ് എന്ന് അയാൾ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പാരമ്പര്യം എന്നാണ് എ കെ രാമാനുജൻ പറയുന്നത്. അതായത് ഒരു ജനതയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ ജനത അതിനെക്കുറിച്ച് വച്ചു പുലർത്തുന്ന ഓർമ്മകൾ കൂടിയാണ് എന്ന് അർത്ഥം. ഒരു ജനത അതിനെക്കുറിച്ച് വച്ചു പുലർത്തുന്ന ഓർമ്മകളുടെ ആകത്തുക കൂടിയാണ് ആ ജനതയുടെ പാരമ്പര്യം. അതുകൊണ്ട് മഹാഭാരതം ഒരു പാഠമല്ല, ഒരു പാരമ്പര്യമാണ് എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹം അവരെ കുറിച്ച് വച്ചു പുലർത്തുന്ന ഓർമ്മകളുടെ ഒരു സഞ്ചിത സ്ഥാനമാണ്, പ്രതീക്ഷകളുടെ ഒരു സഞ്ചിത സ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സെക്കൻഡേ. അപ്പോ ഇങ്ങനെ ദീർഘമായ ഒരു പാരമ്പര്യത്തെയും അതിൻ്റെ ബഹുശാഖിയായ ജീവിതത്തെയും ഒക്കെ മഹാഭാരതം സംഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് എ കെ രാമാനുജൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് പ്രധാനമാണ് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം മഹാഭാരതം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിന് 1000 കൊല്ലം മുമ്പ് സൂതന്മാരും മാഗധന്മാരും ഒക്കെ പാടി നടന്ന പാട്ടുകളിൽ തുടങ്ങുന്ന ഒന്നാണ്. പിന്നീട് ചരിത്രത്തിന്റെ പല പടവുകളിൽ അത് ജീവിച്ചു, പല പ്രകാരങ്ങൾ കൈവന്നു. സൂതമാഗധന്മാര് പാടി നടന്ന പാട്ട് ടെക്സ്റ്റേ ആയിരുന്നില്ല, ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന വാമൊഴിയായ ഗാനങ്ങൾ. ആ വാമൊഴിയായ ഗാനങ്ങളിൽ നിന്ന് ഏറെക്കാലം പിന്നിട്ട്, ഒരുപക്ഷെ ഒരു 400-500 കൊല്ലം കഴിഞ്ഞാവും അത് ആദ്യത്തെ ഒരു ടെക്സ്റ്റൽ ഫോം കൈവരിക്കുന്നത്. പിന്നീട് BC അവസാന നൂറ്റാണ്ടുകളിൽ അത് ഭാരതം എന്ന് വിളിക്കാവുന്ന ഒരു പടവിലേക്ക് എത്തി. BC നൂറ്റാണ്ടുകൾ പിന്നിട്ട് AD 4-5 നൂറ്റാണ്ടുകൾ എത്തുമ്പോഴേക്കും മഹാഭാരതം എന്ന് വിളിക്കാവുന്ന പടവിലേക്ക് എത്തി എന്ന് പറയാം. ഇതതിൻ്റെ സംസ്കൃതത്തിലുള്ള അല്ലെങ്കിൽ മുഖ്യധാരാ പാഠത്തിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഈ മുഖ്യധാരാ പാഠം പിന്നീട് മധ്യകാലത്ത് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലേക്കൊക്കെ സംക്രമിച്ചു. മിക്കവാറും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലൊക്കെ മഹാഭാരതത്തിന് പരിഭാഷകളുണ്ടായി, സവിശേഷ രൂപങ്ങളുണ്ടായി. പിന്നീട് അത് ആധുനിക ഘട്ടം എത്തുമ്പോൾ അച്ചടിയിലേക്ക് പ്രവേശിച്ചു. അച്ചടിയിലൂടെ അത് ഇന്ത്യയുടെ ഒരു ദേശീയ പാഠം പോലുള്ള ഒരു പദവി ആർജിച്ചു. 20-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ അത് ഇന്ത്യയിലെ സാഹിത്യ ഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സസിൽ ഒന്നായിട്ട് മഹാഭാരതം മാറിത്തീരുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ മഹാഭാരതം ജീവിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് മഹാഭാരതത്തെ മുൻനിർത്തിയുണ്ടായ പുനരാഖ്യാനങ്ങൾ, നോവലുകൾ, കഥകൾ, കവിതകൾ, നാടകങ്ങൾ, ചലച്ചിത്രങ്ങൾ, ഇങ്ങനെ നൃത്തസംഗീതാവിഷ്കാരങ്ങൾ, ഇങ്ങനെ എത്രയോ
പുനർവായനകളിലൂടെയും പുനരാഖ്യാനങ്ങളിലൂടെയുമാണ് 20-ാം നൂറ്റാണ്ടിൽ മഹാഭാരതം ജീവിച്ചത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മഹാഭാരതത്തിന് 2 തരം ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 2 തരം ഞാൻ പ്രാഥമികമായി പറയുന്നു എന്നേ ഉള്ളൂ. 20 തരമോ 200 തരമോ ആക്കി അതിനെ വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഈ ഗംഗാതടങ്ങളിൽ പൊട്ടിക്കിളിർത്ത വീരഗാഥകൾ പടിപടിയായി വളർന്ന് പരിണമിച്ച് അതൊരു കേന്ദ്രീകൃത പാഠമായി തീർന്ന് ആ പാഠം പിന്നീട് പലതവണ മാറ്റി എഴുതപ്പെട്ടും പുതുക്കപ്പെട്ടും 20-ാം നൂറ്റാണ്ടിൽ ക്രിട്ടിക്കൽ എഡിഷൻ വരെ എത്തിച്ചേരുന്ന അതിൻ്റെ രേഖീയം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സഞ്ചാരഗതി. അതിങ്ങനെ ക്രമമായി ചരിത്രത്തിലൂടെ വളരുകയും ആ വളർച്ചയ്ക്കൊപ്പം മറ്റു പലതിനെയും ഉൾക്കൊണ്ട് വലുതാവുകയും ചെയ്യുന്ന ഒരു പാഠം. അതാണ് അതിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാവുന്ന ഒരു ധാര. മറ്റൊരു ധാര അല്ലെങ്കിൽ മറ്റൊരു ജീവിതം, ഇത് ഞാൻ ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ ലൈഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിൻ്റെ ലംബമാനമായ ചരിത്രത്തിലൂടെയുള്ള ഇതിൻ്റെ തുടർച്ചയുടെ ഒരു തലം. മറ്റൊന്ന്, ചരിത്രത്തിൻ്റെ ഓരോ പടവിലും ഇത് ഓരോ സ്ഥാനങ്ങളിലും നിലയുറപ്പിച്ച് ഒരു സ്പേഷ്യലായി പരന്ന് അത് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഇപ്പൊ വീരഗാഥകളായി തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ആദിഗാനങ്ങളുടെ ധർമ്മം എന്തായിരുന്നു? ഇതിലെ ആദിഗാനങ്ങളുടെ കുരുഗോത്രങ്ങൾക്കിടയിലെ സംഘർഷം എന്ന നിലയിലേക്ക് ഇത് ആ സംഘർഷങ്ങളിൽ പങ്കുചേർന്ന വീരനായകന്മാരെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകൾ എന്ന നിലയിൽ മഹാഭാരതത്തിന്റെ ആദിഭാഗങ്ങൾ നിലവിൽ വരുമ്പോൾ അതിന്റെ ധർമ്മം എന്താണ്? പൊതുവെ പറഞ്ഞാൽ അന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിക്ക്, സ്ഥല മണ്ഡലത്തിനുള്ളിൽ, സ്ഥലാത്മകതയ്ക്കുള്ളിൽ ഗംഗാതടങ്ങൾ എന്ന് വിളിക്കാവുന്ന ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്കുള്ള കുരുഗോത്രങ്ങൾ പടർന്ന് പന്തലിച്ച, വ്യാപരിച്ച, പിന്നീട് 18 മഹാജനപദങ്ങൾ എന്ന് വിളിക്കാവുന്ന ഉത്തരഭാരതത്തിന്റെ മേഖലയിലേക്കൊക്കെ പടരുന്ന ഒരു സ്ഥലരാശി. ആ സ്ഥലരാശിയിൽ മഹാഭാരത ഗാഥകൾ നിലനിൽക്കുന്നത് പൊതുവെ വീരന്മാരെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകൾ എന്ന നിലയ്ക്കാണ്. ആ പാട്ടുകളും അതിൻ്റെ പിന്നീടുള്ള ആലാപനങ്ങളും എന്ന നിലയ്ക്കാണ്. അത് ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഒരു പാരമ്പര്യമാണ്. ഇപ്പോ സംഘസാഹിത്യത്തില്, പ്രാചീന തമിഴക സാഹിത്യത്തില് പാണന്മാരും വിറലികളും ഉണ്ട്. വിറലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധക്കളത്തില് വീരനായകന്മാരെ പ്രോത്സാഹിപ്പിക്കാനായി അവിടെ പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് വിറലികൾ എന്നറിയപ്പെടുന്നവർ. അവരെ സ്തുതിച്ചു പാടുന്ന, വീരനായകന്മാരെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകാരുടെ ഒരു പാരമ്പര്യം നമ്മുടെ പ്രാചീന തമിഴക സാഹിത്യത്തിലൊക്കെ കാണാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിഹാസകാലത്തെ പാട്ടുകൾ, ഗാനശാഖകൾ നോക്കിയാൽ അതിന്റെ വലിയൊരു പങ്ക് ഇത്തരത്തിലുള്ള വീരന്മാരെ വാഴ്ത്തുന്ന പാട്ടുകളാണ്. അപ്പൊ വീരനായകത്വത്തെ വാഴ്ത്തിപ്പാടുന്ന ഈ പാട്ടിൽ അന്ന് മതപരമായ ധർമ്മങ്ങളില്ല, അല്ലെങ്കിൽ വർണ്ണധർമ്മപരമായ ആശയങ്ങളൊന്നുമില്ല. അത് വീരനായകത്വത്തെ വാഴ്ത്തിപ്പാടുകയും വീരനായകത്വത്തെ വാഴ്ത്തിപ്പാടുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അന്നത്തെ സമൂഹത്തിൽ അതിന് സാമാന്യേന വലിയ പ്രചാരം കീഴ്ത്തട്ടിലൊക്കെ കൈവരികയും ചെയ്യുന്നു. ഈ ആദ്യഘട്ടം കഴിഞ്ഞാണ് പിന്നീട് അത് പ്രാഥമികമായി മാഷിന്റെ അത് മ്യൂട്ടായി കേൾക്കണം. മാഷെ എന്താ പറ്റിയത്? മാഷോട് അൺമ്യൂട്ട് ചെയ്യാൻ പറ. മാഷെ അൺമ്യൂട്ട് ചെയ്യണം. മാഷെ മൈക്ക് മ്യൂട്ട് ആക്കി എടുക്കാം. സുനിൽ മാഷെ മൈക്ക് ചെയ്തു. ശരി. മഹാഭാരതത്തിലെ മൂലപാഠങ്ങൾ, മൂലശ്ലോകങ്ങളല്ല കൂടശ്ലോകങ്ങൾ, മറിച്ച് അതിലെ രഹസ്യമയമായ ഭാഗങ്ങളുടെ ഒരു എണ്ണമാണ്
എന്ന് കരുതുന്നവരും ഉണ്ട്. ഞാൻ പറയണത് ഇതൊന്നും വ്യക്തതയുള്ള കാര്യങ്ങളല്ല, ഭിന്നാഭിപ്രായങ്ങളാണെങ്കിലും പൊതുവിൽ ചരിത്രപരമായ ഒരു വീക്ഷണം ജയമെന്നൊരു ഏർലി ടെക്സ്റ്റ് ഫോം ഉണ്ട് എന്നുള്ള. ആ ഏർലി ഫോം വരുന്നത് ഏതാണ്ട് ബുദ്ധന് ശേഷമുള്ള ഒരു കാലത്താകാം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന കാലത്താകാം. ആ ടെക്സ്റ്റ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കുലഗോത്രങ്ങളിൽ നിന്ന് വർണ്ണധർമ്മത്തിലേക്കുള്ള ഒരു പരിവർത്തന ദശയെ സൂചിപ്പിക്കുന്ന, കുലഗോത്ര പാരമ്പര്യങ്ങൾക്ക് മേൽക്കൈയുള്ള, പഴയ നാടോടി പാരമ്പര്യത്തിൽ നിന്ന് ഒരു കുലഗോത്ര പാരമ്പര്യത്തിന് മേൽക്കൈയുള്ള ഒരു ഘട്ടത്തെ അതിനുശേഷമുള്ള ഒരു കാലം ഓർമ്മിക്കുന്നതാണ് മഹാഭാരതത്തിന്റെ ഈ ടെക്സ്റ്റൽ ട്രഡീഷന്റെ ഒരു പ്രധാനപ്പെട്ട തലമെന്ന് റോമില ഥാപ്പറൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ബുദ്ധമതത്തിന്റെ ശക്തിപ്പെടൽ, ബ്രാഹ്മണ മതത്തിന്റെ ശിഥിലീകരണം, ബുദ്ധധർമ്മങ്ങൾ പലതും ഈ കഥയിലേക്ക് പല രൂപത്തിൽ കടന്നു കയറൽ, അത് ഈ കഥയ്ക്കുള്ളിലുണ്ടാക്കുന്ന ധാരാളം പരിവർത്തനങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ഘട്ടത്തിലാണ് മഹാഭാരതം അതിൻ്റെ അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് ബുദ്ധമതം ഉയർത്തിയ വെല്ലുവിളിയെ നേരിടാനായി മഹാഭാരതത്തിന്റെ വ്യാപകമായ ജനപ്രിയത്വത്തെ ബ്രാഹ്മണ്യം ഉപയോഗപ്പെടുത്തുന്ന ഘട്ടമാണ്. കാരണം പാലി ഭാഷയിലും നാടോടി കഥകളിലുമായി ബുദ്ധമതം കീഴ്ത്തട്ടിൽ വലിയ തോതിൽ വ്യാപിച്ച സമയത്ത് ആ ബുദ്ധമതത്തിലെ ആശയങ്ങളിൽ ചിലതിനെ, അഹിംസ പോലുള്ള ആശയങ്ങളെ ഒക്കെ കൂടുതൽ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ ജനജീവിതത്തിന്റെ കീഴ്ത്തട്ടിൽ വ്യാപക പ്രചാരം നേടിയ മഹാഭാരത കഥകളിലേക്ക് തങ്ങളുടെ ബ്രാഹ്മണ്യത്തിന്റെ, വേദങ്ങളുടെയും ഉപനിഷത്തിന്റെയും ഒക്കെ മൂല്യസംഹിതയെ കൂട്ടിക്കലർത്തി, ആ കൂട്ടിക്കലർത്തലിനെ ഉപയോഗപ്പെടുത്തി ബ്രാഹ്മണ ആശയങ്ങളുടെ പെരുപ്പിക്കലിനായിട്ടാണ് ഈ മഹാഭാരതത്തെ, ആദ്യത്തെ ജയത്തെ ഭാരതത്തിലേക്കും മഹാഭാരതത്തിലേക്കും ബ്രാഹ്മണ്യം വികസിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീരനായകത്വത്തിൽ നിന്ന്, ആ വീരനായകന്മാരെ വാഴ്ത്തിപ്പാടുന്ന ഭാഗങ്ങളിൽ നിന്ന് പിന്നീടുള്ള ഒരു പാഠരൂപത്തിന്റെ, കുലഗോത്ര പാരമ്പര്യങ്ങളുടെ ആഖ്യാനം എന്നൊരു പാഠജീവിതം, ആ പാഠത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ബുദ്ധിസത്തിനെതിരെ ബൗദ്ധ പാരമ്പര്യത്തെ മറികടക്കാനുള്ള ബ്രാഹ്മണ്യത്തിന്റെ പരിശ്രമം, ആ പരിശ്രമത്തിന്റെ ഉച്ചസ്ഥാനത്ത് മഹാഭാരതത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ഭഗവത്ഗീത പോലുള്ള ടെക്സ്റ്റുകൾ. ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം നമുക്ക് 1200 വർഷങ്ങൾക്കിടയിൽ മഹാഭാരതത്തിൽ കാണാൻ കഴിയും. പിന്നീടും മധ്യകാലത്ത് ഇത് ധാരാളം മാറി. AD 4-5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്ത്യയിലെ പ്രാദേശിക സമൂഹങ്ങളിലോ ഇന്ത്യയിലാകെയോ മഹാഭാരതം നിലനിൽക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സംസ്കൃത മൂലപാഠത്തെ ഒന്നും കേന്ദ്രീകരിച്ചല്ല, അതിൻ്റെ പ്രാദേശിക പാഠങ്ങളെ മുൻനിർത്തിയാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എഴുത്തച്ഛൻ, ഒറിയയിലാണെങ്കിൽ സരളഭാരതം, പമ്പയുടെ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോരോ പ്രദേശങ്ങളിലും അതത് ജനസമൂഹങ്ങൾ ഉണ്ടാക്കിയെടുത്ത പ്രാദേശിക പാഠങ്ങൾ. ഈ പ്രാദേശിക പാഠങ്ങളാണ് മധ്യകാലത്ത് മഹാഭാരതത്തെ ഇന്ത്യയിൽ പ്രചാരത്തിലെത്തിച്ചത്. അപ്പൊ അങ്ങനെ ചരിത്രത്തിന്റെ ഇതിൽ നിന്ന് ഭിന്നമായ ജീവിതവും പല പടവുകളിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങളിൽ ചിലരൊക്കെ സൂചിപ്പിച്ച മഹാഭാരതത്തിന്റെ പേർഷ്യൻ ജീവിതം, മുഗൾ കാലഘട്ടത്തില്, മുഗൾ കൊട്ടാരത്തിലും മുഗൾ സംസ്കൃതിയിലും മഹാഭാരതത്തിന് പ്രബലമായ ഒരു സ്വാധീനമുണ്ട്. അത് ബ്രാഹ്മണ്യം എന്ന നിലയിലൊന്നുമല്ല, മറിച്ച് മുഗൾ ജീവിതത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ആവശ്യങ്ങൾക്കിണങ്ങുന്ന മട്ടിലേക്ക് മഹാഭാരതത്തെ പുനഃക്രമീകരിച്ച് അവിടുത്തെ പാഠപദ്ധതിയിലും കൊട്ടാര ഭരണത്തിലും ഒക്കെ ഉപയോഗിക്കുകയാണ് അക്ബർ ചെയ്തത്. ഏതാണ്ട് ഒരു 1.5 നൂറ്റാണ്ടുകാലം മുഗൾ ജീവിതത്തില് വളരെ പ്രബലമായ ഒരു സ്വാധീനമാകാൻ മഹാഭാരതത്തിന് കഴിയണ്ടായി. പിന്നീട് 19-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ മഹാഭാരതം വീണ്ടും ഇതിൽ നിന്ന് പാറി
ദേശീയമായ ഒരു ഭാവനയുടെ അടിസ്ഥാനമായി. ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും പ്രബലമായ ഒരു പാരമ്പര്യം എന്ന മട്ടിൽ മഹാഭാരതം മനസ്സിലാക്കപ്പെടാൻ തുടങ്ങുകയും മഹാഭാരതത്തിന്റെ ടെക്സ്റ്റുകൾ ഒക്കെ നമ്മൾ ഇന്ന് ഞാൻ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കലോ ദേശീയതയുടെ ആവശ്യങ്ങളെ മഹാഭാരതവുമായി കൂട്ടിയിണക്കുന്ന ആഖ്യാനങ്ങളോ, ഇപ്പോ സുബ്രഹ്മണ്യ ഭാരതിയുടെ പാഞ്ചാലി ശപഥം പോലുള്ള നാടകങ്ങൾ, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം, അഭിമന്യു, ദ്രൗപദി, ഇവരെയൊക്കെ ദേശീയതാ യുക്തികളുമായി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള നാടകങ്ങൾ, സിനിമകൾ, കഥകൾ, നോവലുകൾ ഇതെല്ലാം വരുന്നു. പൊതുവെ പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യകാലം വരെയെങ്കിലും 19-ാം നൂറ്റാണ്ട് പകുതി മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള ഏതാണ്ട് ഒരു 100 കൊല്ലക്കാലത്തിനിടയിൽ മഹാഭാരതത്തിന്റെ ഈ ദേശീയതാ സങ്കല്പവുമായുള്ള അതിന്റെ കൂടിക്കലറിലാണ് അതിന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലീനിയറായുള്ള കാലത്തിലൂടെയുള്ള അതിന്റെ ഒരു രേഖീയമായ തുടർച്ച ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ ഈ കാലത്തിലൂടെയുള്ള വളർച്ചയുടെ ജീവിതത്തിന്റെ ഓരോ പടവിലും സവിശേഷ സ്ഥലങ്ങളിൽ, ഭൂപ്രദേശങ്ങളിൽ മഹാഭാരതം ജീവിക്കുന്നത് അതത് സമൂഹങ്ങളുടെയും പ്രദേശങ്ങളുടെയും സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടും അവയെ കൂട്ടിയിണക്കിയിട്ടുമാണ്. അപ്പോ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നോക്കിയാൽ ഹൊറിസോണ്ടാലിറ്റി ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിലുള്ള തിരശ്ചീനമായ വ്യാപനം ഒരു ഭാഗത്ത്, ആ തിരശ്ചീനമായ വ്യാപനത്തിൽ നിന്ന് അടുത്ത പടവിലേക്ക് എത്തുമ്പോൾ മറ്റൊരു നിലയിലുള്ള വ്യാപനവും അർത്ഥരൂപീകരണവും, ഇനിയും മറ്റൊരു പടവിലേക്ക് നീങ്ങുമ്പോൾ ആദ്യം കണ്ട 2 നിന്നും ഭിന്നമായ അർത്ഥരൂപീകരണങ്ങൾ, പ്രാദേശിക സമൂഹങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രാദേശികമായ അർത്ഥഭാവങ്ങൾ, നിയോ മുസ്ലിങ്ങൾക്കിടയ്ക്ക് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നാഗാലാൻഡിലെയോ തമിഴ്നാട്ടിലെയോ തദ്ദേശീയ ജനങ്ങൾക്കിടയിൽ അവരുടേതായ രീതിയിൽ, ഇതര ലൈംഗിക വിഭാഗങ്ങൾക്ക് ഇടയിൽ അവരുടെ രീതിയിൽ, അങ്ങനെ പ്രാദേശികമായി തദ്ദേശീയമായി വരുന്ന വ്യാഖ്യാനങ്ങളും ജീവിതങ്ങളും, ഇങ്ങനെ ലീനിയറായ ഒരു തുടർച്ച. ആ ലീനിയറായ തുടർച്ച എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ ടെക്സ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ നിലനിന്നു എന്നുള്ള അർത്ഥത്തിലെയല്ല, മറിച്ച് ലീനിയറായ തുടർച്ചയ്ക്കുള്ളിൽ നിരന്തരം പരിണമിക്കുന്ന ഒന്ന്. അങ്ങനെ നിരന്തര പരിണാമിയായ രേഖീയമായ ഒരു ജീവിതം ഒരു ഭാഗത്ത്, ഈ പരിണാമത്തിന്റെ ഓരോ പടവിലും സ്ഥലങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും അതിൻ്റെ ജീവിതാവശ്യങ്ങളിലേക്കുമുള്ള ഭിന്ന ഭിന്നമായ വ്യാപനം മറുഭാഗത്ത്. അങ്ങനെ ലംബമാനവും തിരശ്ചീനവുമായ തലങ്ങളിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന, മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയാപരമായ സംഗതിയെയാണ്, ഒരു പ്രക്രിയയാണ് നമുക്ക് മഹാഭാരതം എന്ന് കാണാൻ കഴിയുക. ഈ പ്രക്രിയയുടെ ഓരോ പടവിലും അതെങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് നോക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എല്ലാ പടവും ഞാൻ പരിശോധിച്ചു എന്നൊന്നും ഒരു അവകാശവാദവുമില്ല. എനിക്ക് താല്പര്യം ഉള്ള ചില മേഖലകൾ ഞാൻ പരിശോധിച്ചു. നിശ്ചയമായിട്ടും എൻ്റെ പരിശോധനയിൽ വന്നിട്ടില്ലാത്ത എത്രയോ പടവുകൾ മഹാഭാരത ജീവിതത്തിൽ ഇനിയും ബാക്കിയുണ്ട്. അത് മറ്റൊരാൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ആ നിലയിൽ ഈ പരിശോധനാ രീതി എവിടെയെങ്കിലും തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല, എത്രയും ഇനിയും തുടരാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ചില വിധാനങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇതിലെ അവസാന ഭാഗത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം. അതായത് ഇതിന്റെ അവസാന ഭാഗം ഇതിന്റെ സാഹിത്യ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. മഹാഭാരതത്തിന്റെ ജീവിത ദർശനം. മഹാഭാരതത്തിന്റെ ജീവിത ദർശനം എന്ന ഭാഗത്തിൽ ഞാൻ ആദ്യം എഴുതുന്നത് സാഹിത്യകൃതികളുടെ ജീവിത ദർശനം എന്നാണ്. അങ്ങനെ എഴുതുന്നതിന് ഒരു കാരണമുണ്ട്. മഹാഭാരത ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ പടവ് ഞാൻ കരുതുന്നത് അത്
ഒന്നാം പടവിൽ നമ്മൾ കാണുന്ന വീരനായകന്മാരെ വാഴ്ത്തുന്നതോ രണ്ടാം പടവിലെ കുലഗോത്ര പാരമ്പര്യങ്ങളുടെ ജീവിതാഖ്യാനമോ അടുത്ത പടവിലുള്ള അതിൻ്റെ ബ്രാഹ്മണീകരണമോ പിന്നീടുള്ള പടവുകളിൽ നമ്മൾ കാണുന്ന പ്രാദേശിക സമൂഹങ്ങളിലേക്കുള്ള വ്യാപനമോ മുഗൾ കൊട്ടാരത്തിന്റെ രാഷ്ട്രീയ ആവശ്യവുമായുള്ള കൂടിക്കലരലോ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും ഒക്കെ നമ്മൾ കാണുന്ന മഹാഭാരതത്തിന്റെ ദേശീയമായ ഭാവനയുമായി മഹാഭാരതത്തിന് കൈവരുന്ന കൂടിക്കലരലോ ഇങ്ങനെ എത്രയോ പടവുകൾ മഹാഭാരതത്തില് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. ഇതൊന്നുമല്ല 20-ാം നൂറ്റാണ്ടിൽ മഹാഭാരതത്തെ നിർണയിക്കുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. അത് മഹാഭാരതത്തിലെ സാഹിത്യപരമായ അംശമാണ്, ഭാവനാത്മക അംശമാണ്. എന്താണ് അതിൻ്റെ ഭാവനാത്മക അംശം? മനുഷ്യ ജീവിതത്തിൻ്റെ സന്നിഗ്ധതകൾ, അതിൻ്റെ അർത്ഥമില്ലായ്മകൾ, അതുളവാക്കുന്ന അനന്തമായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിലൂടെ കാലിടറി നീങ്ങുന്ന മനുഷ്യ ജീവിതം, ഇത് ആണ് മഹാഭാരതത്തിലേക്ക് 20-ാം നൂറ്റാണ്ടിൽ കവികളെയും നാടകകൃത്തുക്കളെയും നോവലിസ്റ്റുകളെയും ചിത്രകാരന്മാരെയും നൃത്ത സംഗീത മേഖലയിലുള്ളവരെയും ഒക്കെ കൊണ്ടുവന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഖണ്ഡേക്കർ യയാതി എഴുതുന്നത് മനുഷ്യന്റെ അവസാനമില്ലാത്ത തൃഷ്ണയുടെ കഥ മഹാഭാരതത്തിൽ അയാൾ കാണുന്നു. വ്യർത്ഥമായി പോകുന്ന തൻ്റെ ജീവിത മോഹങ്ങളെ കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ അവസാനിക്കാത്ത ആത്മസംഘർഷങ്ങളെയാണ് ഈ ബാലകൃഷ്ണൻ, പി.കെ. ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടയിൽ കാണും. അങ്ങനെ ഓരോന്നും ശിവജി സാവന്ത് എൻ്റെ കർണൻ എഴുതുന്നു, എം.ടി. രണ്ടാമൂഴം എഴുതുന്നു. ഓരോ കഥയിലേക്ക് നോക്കിയാലും മനുഷ്യാവസ്ഥയും ജീവിതത്തിലെയും അഗാധമായ വൈരുദ്ധ്യങ്ങളിലേക്ക് മഹാഭാരതത്തിൽ നിന്ന് ചില വഴികളുണ്ട് എന്ന് ആധുനിക കാലത്ത് എഴുത്തുകാർ കരുതുന്നു. അതുകൊണ്ട് KGS കവിത എഴുതുമ്പോ സഞ്ജയ എന്ന് വിളിച്ച് കുരുക്ഷേത്രത്തിന്റെ ഒരു ഓർമ്മ വരുത്തുന്നു. അന്ധായുഗ് എന്ന് തൻ്റെ കാലത്തെ വിശേഷിപ്പിച്ച് ഇരുണ്ട കാഴ്ച നഷ്ടപ്പെട്ട ഈ കാലത്തിന്റെ കെടുതിയെ ആവിഷ്കരിക്കാനായിട്ട് നമ്മുടെ വലിയൊരു നാടകൃത്ത് മഹാഭാരതത്തെ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ മഹാഭാരത വായനകളിലേക്ക് നോക്കിയാൽ ഇപ്പൊ കുട്ടിക്കൃഷ്ണമാരാര് പോലും മഹാഭാരതത്തിന്റെ കഥയാണ് വിശദീകരിക്കുന്നത്, അതിന്റെ സൂക്ഷ്മ യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭരതപര്യടനം സൂക്ഷിച്ചു വായിച്ചാൽ എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തെ മുൻനിർത്തി മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ആധുനികമായ ചില കാഴ്ചകളെ അവതരിപ്പിക്കുകയാണ് മാരാര് ചെയ്യുന്നത് എന്നാണ്. മാരാര് അത് ആ നിലയിൽ പറയണ്ടാവില്ല. പക്ഷെ മാരാര് മനുഷ്യാവസ്ഥയെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ, ആധുനികമായ ചോദ്യങ്ങൾ, ഇപ്പൊ തൻ്റെ പ്രവൃത്തിക്ക് താനാണോ ഉത്തരവാദി? തൻ്റെ പ്രവൃത്തിക്ക് വിധിയാണ് ഉത്തരവാദി, ദൈവമാണ് ഉത്തരവാദി എങ്കിൽ അർജുനന് വിഷാദത്തിന് ഒരു വകയുമില്ല. കാരണം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് അതാണ്, നീയല്ല കൊല്ലുന്നത്, ഞാനാണ്, അല്ലെങ്കിൽ വ്യവസ്ഥയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ ദുശ്ശള തൻ്റെ ചെറുമകനെയും കൊണ്ടുവന്ന് ഇവന്റെ ജീവനെങ്കിലും മടക്കിത്തരണം എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു ചിത്രം വരുന്നു. അർജുനന് താൻ നേടിയത് അത്രയും നിരർത്ഥകമായി തോന്നുന്നു. മൗസല പർവ്വത്തിൽ എത്തുമ്പോ ആകെ 200 ശ്ലോകമുള്ള പർവ്വമൊന്നും വിശദമായി വിളിക്കാൻ വയ്യാത്ത ഒന്നാണ് മൗസല പർവ്വം. പക്ഷെ മൗസല പർവ്വത്തിൽ എത്തുമ്പോ മഹാഭാരതത്തിന്റെ ആന്റി ക്ലൈമാക്സ് കാണും. പി.കെ. ബാലകൃഷ്ണൻ അതിനെ അങ്ങനെയാ വിളിക്കുന്നത്, മഹാഭാരതത്തിന്റെ ആന്റി ക്ലൈമാക്സ്. എല്ലാ വിജയങ്ങളും പരാജയപ്പെട്ട് എല്ലാ ഉയർച്ചകളും നിലംപൊത്തി ദൈവങ്ങളൊക്കെ, ഒരു ദൈവം കാൽമടമ്പിൽ ഒരു വേടന്റെ അമ്പേറ്റ് മരിച്ച് നമ്മുടെ അർജുനനെ പോലെ ഒരു മഹാപ്രതാപി അപരിഷ്കൃതരെന്ന് വിളിക്കപ്പെട്ട കാട്ടാളർക്ക് മുമ്പിൽ തോറ്റോടി. അതിന്റെ ചിത്രമൊക്കെ മൗസല പർവ്വത്തിലുണ്ട്. അങ്ങനെ വരുമ്പോ മറ്റൊരു ചിത്രം വരും. ഈ ചിത്രം ഒരുപക്ഷെ ആധുനിക മനുഷ്യാവസ്ഥയിലേക്ക് നോക്കാൻ പലതരത്തിൽ പ്രേരണയാണ്.
ദൈവസങ്കല്പങ്ങളിലെ അനീതി. MT എഴുതുന്നുണ്ട്, മഹാഭാരതത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് എന്താണ്? ഘടോൽക്കചൻ മരിച്ചു. MT അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഘടോൽക്കചൻ മരിച്ചു. പാണ്ഡവരുടെ ആദ്യ പുത്രനാണ്, ഭീമന്റെ മകനാണ്. ഘടോൽക്കചൻ വീണ് പടകുടീരത്തിലൊക്കെ വലിയ ദുഃഖമായിരിക്കുന്ന സമയത്ത്, എല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ വരുന്നു. എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നു, ഘടോൽക്കചൻ മരിച്ചു. അപ്പൊ കൃഷ്ണൻ പറയുന്നു, ദുഃഖിക്കേണ്ട കാര്യമില്ല, മറിച്ച് ആഘോഷിക്കൂ. രാക്ഷസനാണ്, രാക്ഷസ വംശജനാണ്, ഞാൻ കൊല്ലേണ്ടി വന്നേനെ, അതുകൊണ്ട് ആഘോഷിക്കൂ. MT പറയണത് അത് വായിച്ചപ്പോഴാണ് ഇതിൽ വലിയ അനീതികളുണ്ടല്ലോ എന്ന് തോന്നിയത്. അങ്ങനെ പല സന്ദർഭങ്ങൾ. അത് ആണ് മഹാഭാരതത്തെ ഭീമനെ മുൻനിർത്തി പുനരാഖ്യാനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ മനുഷ്യനിൽ നിലീനമായ ആദിമമായ വാസനകൾ, പക, വാത്സല്യം, കാമം, അവസാനിക്കാത്ത തൃഷ്ണകൾ, മോഹാസക്തികൾ, ഇതെല്ലാം ഒരു ഭാഗത്ത്. ചരിത്രത്തിനകത്തെ വലിയ ചതികളുടെയും ചരിത്രത്തിനകത്തുള്ള വലിയ കുഴമറിച്ചിലുകളുടെയും കഥ മറുഭാഗത്ത്. ഇതിലേക്കൊക്കെ നോക്കാനും വിശദീകരിക്കാനും വേണ്ടിയിട്ട് ചരിത്രകാരന്മാരും കവികളും നോവലിസ്റ്റുകളും ചിത്രകാരന്മാരും നാടകകൃത്തുക്കളും നൃത്തസംഗീത ആവിഷ്കർത്താക്കളും ഒക്കെ മഹാഭാരതത്തിലേക്ക് പോയി. ആ പുനരാഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഒക്കെ അതിഭീമമായ ഒരു സ്വാധീനത്തിനുള്ളിലാണ് മഹാഭാരതം ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതല്ലാതെ ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് പോലെ മഹാഭാരതത്തെ ഒരു അജാല്യമായ, മാറ്റമേതുമില്ലാതെ നൂറ്റാണ്ടുകളായി ഒരേ പടവിൽ നിൽക്കുന്ന, ഒരേ തരം അർത്ഥം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും ഒരേ ജീവിതം ജീവിക്കുന്ന ഒന്നായിട്ട് മഹാഭാരതത്തെ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മഹാഭാരതത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു വീക്ഷണം, ഞാൻ ഈ കൃതിയിൽ ചെയ്യാൻ ശ്രമിച്ചത്, അത് കാലത്തിൽ സ്തബ്ധമായി നിൽക്കുന്ന ഒന്നല്ല, ഒരു പാഠമല്ല, അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഞാൻ കണ്ട അവസാനത്തെ പടവാണ് അതിൻ്റെ സാഹിതീയ ജീവിതം. ആ സാഹിതീയ ജീവിതമാണ് 20-ാം നൂറ്റാണ്ടിൽ മഹാഭാരത വായനയിലേക്ക് വലിയ തോതിൽ എഴുത്തുകാരെ, കവികളെ, നോവലിസ്റ്റുകളെ ഒക്കെ കൊണ്ടുപോയത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഈ പടവുകളിൽ ഓരോന്നിലും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രേഖീയമായ പരിണാമം, ആ രേഖീയ പരിണാമത്തിന്റെ ഓരോ പടവിലും സ്ഥലപരമായി അതിന് കൈവരുന്ന വ്യാപനം, ആ വ്യാപനത്തിൽ അത് ആർജിക്കുന്ന സവിശേഷാർത്ഥം, ഇങ്ങനെ രേഖീയമായ പരിണാമത്തെ ഒരു ഭാഗത്തും, ഓരോ സവിശേഷ സ്ഥലങ്ങളിൽ, ജീവിത സ്ഥാനങ്ങളിൽ ഈ പരിണാമത്തിന്റെ പടവുകളിൽ അതിന് കൈവന്ന അർത്ഥത്തെയും മൂല്യത്തെയും മറ്റൊരു ഭാഗത്തും പ്രതിഷ്ഠിച്ച് അവ രണ്ടും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ മഹാഭാരതം എന്ന പ്രക്രിയക്കുള്ളിൽ എങ്ങനെ നടന്നു എന്ന് ആലോചിക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും ഈ കൃതിയിൽ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമം വേണ്ടത്ര വിജയിച്ചോ? അതിൽ പരിഗണിക്കേണ്ട എല്ലാ പാഠങ്ങളും പരിഗണിക്കപ്പെട്ടോ? ഇനിയും കാണേണ്ട ഘടകങ്ങളില്ലേ? തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം സാധുവാണ്. അത്തരം ചോദ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഇതാണ് ഈ കൃതിയിൽ ഞാൻ പുലർത്തിയ സമീപനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അടിസ്ഥാന ആശയം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇതൊരു മഹാഭാരത വ്യാഖ്യാനമേ അല്ല. കുട്ടികൃഷ്ണമാരാരോ അല്ലെങ്കിൽ ഇരാവതി കാർവയെയോ ഒക്കെ പല സമീപനങ്ങളിലൂടെ മഹാഭാരതത്തെ നോക്കുന്നുണ്ട്. നരവംശാസ്ത്രത്തിൻ്റെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ മഹാഭാരതത്തെ നോക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ മഹാഭാരതത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയാനുള്ള യാതൊരു ശ്രമവും എൻ്റെ ആലോചനയിലില്ല. അത് ഈ പല പടവുകൾ, പല പ്രകാരങ്ങൾ, പലതരം ജീവിതങ്ങൾ,
അതിൻ്റെ ഒരു വലിയ ചിത്രം അവതരിപ്പിച്ച് ഇതിൻ്റെ ഒരു ബഹുത്വത്തെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ഇതാണ് പൊതുവെ ഒരു സമീപന രീതിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആലോചനയെക്കുറിച്ച് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനത്തെക്കുറിച്ച് കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ ഈ വിശദീകരണം അവസാനിപ്പിക്കാം. അത് മഹാഭാരതത്തെയും രാമായണത്തെയും ഒക്കെ കുറിച്ച് ആലോചിക്കുന്നത് സവർണതയെ മടക്കിക്കൊണ്ടുവരാൻ മാത്രമല്ലേ സഹായിക്കുകയുള്ളൂ എന്ന വിമർശനമാണ്. ആ വിമർശനം വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് പല കോണുകളിൽ നിന്ന് അതുണ്ട്. ദളിത് വിമർശകർ പൊതുവെ ആ നിലപാടെടുക്കുന്നുണ്ട്. ഇടതുപക്ഷ വീക്ഷണമുള്ള ആളുകൾ ആ നിലപാട് ചിലരെങ്കിലും എടുക്കുന്നുണ്ട്. യുക്തിവാദ സമീപനമുള്ളവര്, ശാസ്ത്രവാദ നിലപാടുകളുള്ളവരാകട്ടെ, ഇതൊക്കെ വെറുതെ കെട്ടുകഥയും അന്ധവിശ്വാസങ്ങളുമാണ്, അതെല്ലാം ചർച്ച ചെയ്യുന്നത് നേരം കളയലാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. ഇതില് ഇപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, പൗരാണിക സാഹിത്യത്തെയോ, അതിപ്പോ സാഹിത്യത്തെ മാത്രമല്ല സാമൂഹ്യ പ്രക്രിയകളെ ഒക്കെ വിലയിരുത്താനായിട്ട് ഞാൻ പൊതുവിൽ ആശ്രയിക്കുന്ന ഒരു സമീപനം ഒരു മാർക്സിസ്റ്റ് ചരിത്ര വിശകലനത്തിന്റെ ഒരു രീതിയാണ്. എൻ്റെ ഒരു മെത്തഡോളജിക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു അടിസ്ഥാനം മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശയാവലികൾ സാമൂഹികമായി നിലവിൽ വരുന്നതും സാമൂഹികമായി പ്രവർത്തിക്കുന്നതുമാണ് എന്നതാണ്. സാമൂഹികമായി നിലവിൽ വരുന്ന ആശയാവലികളാണെങ്കിൽ അവ നിലവിൽ വന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടാവും. ഒപ്പം തന്നെ സാമൂഹികമായി പ്രവർത്തിക്കുന്നെങ്കിൽ ആ പ്രവൃത്തി നമ്മള് ഭൗതികമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് പ്രവർത്തിക്കുന്ന ഒരാശയം ഭൗതിക ശക്തി തന്നെയാണ്. അതല്ലാതെ അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരല്ല. ഇപ്പൊ മതത്തെക്കുറിച്ചുള്ള മാർക്സിന്റെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണം ഇവിടെ സംഗതാണ് എന്ന് ഞാൻ കരുതുന്നു. മാർക്സ് പറഞ്ഞത്, നിലനിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കണമെങ്കിൽ മിഥ്യാധാരണകൾ ആവശ്യമായ സ്ഥിതിവിശേഷങ്ങളെ, അവസ്ഥാന്തരങ്ങളെ ഒഴിവാക്കണം. അല്ലാതെ മിഥ്യാധാരണകളെ മാത്രം നിങ്ങൾക്ക് ഇല്ലാതാക്കാം, മിഥ്യാധാരണകൾക്ക് ജന്മം നൽകിയ സാമൂഹ്യാവസ്ഥകൾ അതുപോലെ തുടരും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് പാഠജീവിതങ്ങളെ വിലയിരുത്തുമ്പോഴും പ്രധാനമാണ്. ദേശീയ പ്രസ്ഥാനം മഹാഭാരതവുമായി കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ദേശീയതയുടെ ഭൗതികമായ ചില വൈരുദ്ധ്യങ്ങളോടോ ഭൗതികമായ ചില ആധാരങ്ങളോടോ ചേർന്നിട്ടാണ്. അല്ലാതെ അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുടെ മാത്രം പ്രശ്നമല്ല. അതുകൊണ്ട് പ്രവർത്തിച്ച പാഠങ്ങൾ, പ്രവർത്തിക്കുന്ന ആശയങ്ങൾ, അവയ്ക്ക് ഭൗതികമായ ഉള്ളടക്കമുണ്ട് എന്നും അത് കേവലം ആളുകളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് മാർക്സ് മതത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്ന നിലയിൽ കരുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ആളുകളുടെ മതവിശ്വാസത്തോടല്ല യുദ്ധം ചെയ്യേണ്ടത്, മതം എന്ന് പറയുന്ന മായികമായ ബോധം ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചുള്ള വിമർശനമാണ് പ്രധാനം എന്ന് കരുതുന്നത്. അതായത് ഒരാശയത്തെ താർക്കികമായി കൈയൊഴിയുക എന്നത് ഒരർത്ഥത്തിൽ ആ ആശയത്തിന്റെ ഭൗതിക ആധാരങ്ങളെ മനസ്സിലാക്കാതെ അവയെ മനുഷ്യരുടെ തലയിൽ ഉള്ള തെറ്റിദ്ധാരണകളാണ് എന്ന് ധരിക്കലാണ്. അത് അതിഭൗതികമാണ് എന്ന് പറയാം. ആശയങ്ങൾക്ക് ഭൗതികമായ അടിസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കെ ആ അടിസ്ഥാനങ്ങളെ സ്പർശിക്കാതെ ആളുകളുടെ തെറ്റിദ്ധാരണകളാണ് ഇതെല്ലാം എന്ന് കരുതുകയും ആ തെറ്റിദ്ധാരണകൾ നമുക്ക് താർക്കികമായി അവസാനിപ്പിക്കാവുന്നതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇതിഹാസ പാഠത്തെ എന്തിന് നമ്മൾ അഭിസംബോധന ചെയ്യണം എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്.
എനിക്ക് ഏറ്റവും തൃപ്തികരമായി തോന്നിയ ഉത്തരം ഞാൻ ആ പുസ്തകത്തിന്റെ ആമുഖത്തില് പി ഗോവിന്ദപിള്ള എഴുതിയ ഒരു മനോഹരമായ നിരീക്ഷണമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളാണ്. ഇപ്പോ ഒഡീസിയിലെയോ ഇലിയഡിലെയോ കഥാപാത്രങ്ങൾ ഗ്രീക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ഇപ്പൊ ചെലുത്തുന്നില്ല. അവ പൗരാണിക കഥാസഞ്ചയത്തിലെ പേരുകൾ മാത്രമാണ്. മറിച്ച് ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ ഒരു പ്രത്യേകത, അത് വർത്തമാന ജീവിതത്തിലും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവനാത്മകമായോ അനുഭവപരമായോ രാഷ്ട്രീയമായോ ഒക്കെ അവ പ്രവർത്തിക്കുന്നു. അതായത് പ്രവർത്തനശേഷിയുള്ള ആശയങ്ങളാണ്, ചരിത്രത്തിൽ വേരുപിടിച്ചു നിൽക്കുന്നവയാണ് അവയെല്ലാം. അതുകൊണ്ട് അവയുടെ പ്രവർത്തന ശേഷിയെ, അവയുടെ പ്രവർത്തന വ്യാപ്തിയെ നമുക്ക് ആഗ്രഹിച്ചില്ലാതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നതുകൊണ്ട് നിങ്ങൾക്കൊഴിഞ്ഞു നിൽക്കാം. നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു നിന്നാൽ അത് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കലാണ്, ആ ആശയം ഇല്ലാണ്ടാവലല്ല. ആശയം പ്രവർത്തിക്കുകയും നിങ്ങൾ അതിന് പുറത്ത് നിൽക്കുകയും ചെയ്യുന്നത് ആശയത്തെ നേരിടുകയല്ല, ആശയത്തിൽ നിന്ന് ഒളിച്ചു മാറുകയാണ്, ഒളിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ലളിതമായിട്ട് കേരളത്തിന്റെ ഒരു ഉദാഹരണം പറയാം. നിലനിന്ന മതപാരമ്പര്യത്തിനുള്ളിൽ കയറി യുദ്ധം ചെയ്ത നാരായണ ഗുരുവാണ് അതിന് പുറത്തു നിന്ന് താർക്കികമായി അതിനെ വിമർശിച്ച സഹോദരൻ അയ്യപ്പനല്ല കേരളത്തെ ആധുനികമാക്കി മാറ്റുന്നതിന്റെ അടിസ്ഥാനം ഒരുക്കിയത്. ഞാൻ അയ്യപ്പൻ മാഷയുടെ സ്വാധീനത്തെയോ സംഭാവനയെയോ കുറച്ച് പറയല്ല. പക്ഷെ ഗുരു ഉണ്ടാക്കിയ സ്വാധീനത്തിന്റെയും ഗുരു ഉണ്ടാക്കിയ വിപുലമായ സംവാദ മണ്ഡലത്തിന്റെയും പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ അയ്യപ്പൻ മാഷയുടെ യുക്തിവിചാരത്തിന് പോലും കേരളത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് ഗുരു ചെയ്തത് വിഗ്രഹപ്രതിഷ്ഠ മുതൽ വ്യവസായ പ്രദർശനം വരെ നടത്തിയിട്ടാണ്. വിഗ്രഹപ്രതിഷ്ഠയും വ്യവസായ പ്രദർശനവും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒന്ന് പ്രാചീന മധ്യകാല മതാത്മകതയുടെ വ്യവഹാരത്തിനുള്ളിലുള്ള ഒരു പണിയാണ്. മറ്റൊന്ന് ഈ മതാത്മക വ്യവഹാരത്തിൽ നിന്നെല്ലാം പുറത്ത് ആധുനികമായ ഒരു ബൂർഷ്വാ നാഗരികതയുടെ സിവിലൈസേഷന്റെ അടയാളങ്ങളിലൊന്നാണ് വ്യവസായ പ്രദർശനം. രണ്ടിലും ഇടപെട്ട് നിന്ന ആളാണ് ഗുരു. ആ രണ്ടും കൂടി ചേർന്നാണ് കേരളം മാറിയത്. ആ രണ്ടിനെയും കൂട്ടിയണക്കുന്ന ഒരു സ്ഥാനത്ത് നിലയുറപ്പിച്ച് ചരിത്രത്തിന്റെ ഒരു ഫൽക്രം പോലെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗുരുവിനെ പ്രവർത്തനശേഷിയുള്ള ഒരാളാക്കിയത്. അല്ലെങ്കിൽ അയ്യപ്പൻ മാഷൊക്കെ എടുക്കുന്ന ഒരു നിലപാടാണെങ്കിൽ അത് സൈദ്ധാന്തികമായ താർക്കിക ഭദ്രതയുള്ള നിലപാടാണ്. പക്ഷേ കേരളീയ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഭാസത്തെ, ഞാൻ ഗുരുവിനെ മാത്രമല്ല കേട്ടോ, എത്രയോ ഉദാഹരണങ്ങൾ ഈ കാര്യത്തിൽ പറയാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു തിയററ്റിക്കലായ ഒരു പൊസിഷൻ, ഞാൻ പിൻപറ്റുന്ന പൊസിഷൻ പറയാം. ഞാനിത് നിർബന്ധപൂർവം എല്ലാവരും സ്വീകരിക്കണം എന്ന് വാദിക്കുകയൊന്നുമല്ല. മറുഭാഗത്ത് ഗുരു അല്ല അയ്യപ്പൻ മാഷാണ് കേരളത്തിന്റെ ആധുനികതയുടെ ആധാരം എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ വിശ്വാസത്തെ മാനിക്കുന്നു, അതിനുള്ള അവരുടെ എല്ലാ അവകാശത്തെ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് മാത്രം. ഗുരുവാണ് അതിന്റെ കേന്ദ്രം എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റാരേക്കാളും ഗുരുവാണ് അതിന്റെ കേന്ദ്രം എന്നാണ് ഞാൻ കരുതുന്നത്. ചരിത്രത്തിന്റെ ഒരു സങ്കീർണതയെ തിരിച്ചറിഞ്ഞ് അതിലിടപെട്ട ഒരാൾ ഗുരുവാണ്. മറ്റുള്ളവർ ചരിത്ര പരിണാമത്തിന്റെ ഓരോ പടവുകളിൽ നിലയുറപ്പിച്ചവരാണ്. എല്ലാ പടവുകളിലേക്കും സഞ്ചാരശേഷി ഉണ്ടായിരുന്ന ഒരാള് ഗുരുവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രതിഭാസത്തെ, സാമൂഹ്യ പ്രതിഭാസത്തെയോ ഒരു വലിയ പാഠത്തെയോ സാഹിത്യ പാഠത്തെയോ ഒക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെ കാണണം
രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, അതിനൊരർത്ഥം കണ്ടെത്തുക. ഒരർത്ഥം കണ്ടെത്തി ഇതാണ് അതിൻ്റെ പൊരുൾ എന്ന് വിശദീകരിക്കുക. അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഓണത്തെക്കുറിച്ച് ഒരു കാലത്ത് കേരളത്തിൽ ഒരു ചർച്ചയുണ്ടായി. ഓണം ഒരു സവർണോത്സവമാണ്. അത് തെറ്റല്ല, ആ പ്രസ്താവന. സവർണോത്സവമാണ്. പക്ഷെ സവർണ അല്ലാത്ത ഒരുപാട് അംശങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ഓണത്തിന്റെ ചരിത്ര ജീവിതമൊന്നും പറയാൻ മുതിരയല്ല. 4-5 പടവുകൾ ഓണത്തിലുണ്ട്. അത് സംഘസാഹിത്യത്തിൽ മധുരൈ കാഞ്ചിയിലൊക്കെ പരാമർശിക്കപ്പെടുന്ന കാർഷികോത്സവമുണ്ട്. പെരുമാൾ വാഴ്ചക്കാലത്തെ മേച്ചേരി ശാസനത്തിലും തിരുവല്ല ശാസനത്തിലും മണലിക്കര ശാസനത്തിലും ഒക്കെ പറയുന്ന ബ്രാഹ്മണീകൃതമായ വാമനോത്സവത്തിന്റെ സ്വഭാവമുള്ള ഓണമുണ്ട്. കേരളത്തിലെ മാവേലിപ്പാട്ടിലും നാടോടി ഗാനങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഓണക്കളിയും ഓണവില്ലും ഓണപ്പാട്ടും ഓണത്തല്ലും ഒക്കെയായിട്ട് പടർന്നു പിടിച്ച ജനകീയമായ ഒരു ഉത്സവ തലമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി എത്തുമ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാവരുടെ കയ്യിലേക്കും ധാരാളമായി പണം വന്നു ചേരുന്ന ഒരു ഉത്സവ വേളയായി തീർന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണി സന്ദർഭമായി തീർന്ന ഓണവും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഓണം. വേണമെങ്കിൽ അതിനു മുമ്പ് ഋഗ്വേദത്തിൽ 3 അടി കൊണ്ട് ലോകമളക്കുന്ന ത്രിവിക്രമം എന്ന സങ്കല്പമുണ്ട്. ആ ത്രിവിക്രമത്വത്തിന് ഒരു പേർഷ്യൻ പാഠം പ്രാചീന പേർഷ്യക്കാരുടെ വേദഗ്രന്ഥമായ സെന്റവസ്ഥയിലുണ്ട്. ആര്യന്മാര് പുതിയ ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആരംഭിച്ച യാത്രയുടെ സൂചനയാണ് ഈ 3 അടി കൊണ്ട് ലോകമളക്കുന്നതിലുള്ളത് എന്നൊക്കെ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആര്യന്മാരുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പേർഷ്യൻ മേഖലകളിലേക്കുള്ള വ്യാപനത്തിന്റെ കാലം മുതൽ ആരംഭിക്കുന്നതും കേരളത്തിലെ നാട്ടുപാരമ്പര്യത്തിൽ നിന്ന് പൊട്ടിക്കിളിർത്തതുമായ എത്രയോ ഐതിഹ്യങ്ങൾ പല പല അടരുകളായി കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നിനെയാണ് നാം ഇപ്പോ ഓണം എന്ന് പറയുന്നത്. ഇതാണ് ഓണം ഒരു പ്രക്രിയയായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു രീതി. ആ പ്രക്രിയയിൽ ഒന്നിനെ എടുത്ത് ഇപ്പൊ ഞാൻ പറയാലോ, കഴിഞ്ഞ 50 വർഷമായിട്ട് ബോണസും അതുപോലെ സാമ്പത്തികമായ വരുമാനവും ഇല്ലായിരുന്നുവെങ്കിൽ ഓണം ഒരു സാധാരണ ഉത്സവമായി അവസാനിച്ചേനെ. ഓണം ഇപ്പൊ പ്രധാനമായിരിക്കുന്നതിന് കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ വിപണി മേളയായിട്ട് അത് മാറി എന്നതാണ്. എല്ലാ കച്ചവടവും നടക്കും, എല്ലാവരുടെ കയ്യിൽ എന്തെങ്കിലും പണം വരും. അതായിരുന്നില്ല ഒരു 100 കൊല്ലം മുമ്പ് ഓണത്തിന്റെ സ്ഥിതി. അപ്പൊ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയാപരമായ ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ, ആ പ്രതിഭാസത്തിലെ ഏതെങ്കിലും ഒരു അടരിനെ എടുത്ത് ആ അടരിൽ ആ പ്രതിഭാസത്തിന്റെ ആകമാനമായ അർത്ഥം ആരോപിച്ച് ഇതുമാത്രമാണ് ആ പ്രതിഭാസം എന്ന് കരുതുന്നത് സാമൂഹ്യ പ്രതിഭാസങ്ങളെ സത്താപരമായി സമീപിക്കുന്ന രീതിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആ പ്രക്രിയയെ കാണുന്നില്ല, ആ പ്രക്രിയയെ സ്തംഭിപ്പിച്ച് നിർത്തി ആ പ്രക്രിയയുടെ ഉള്ളിലുള്ള ഒരു ഘടകത്തെ അതിൻ്റെ ശാശ്വതാർത്ഥമായി ആ പ്രക്രിയയ്ക്ക് മുകളിൽ ആരോപിക്കുന്ന രീതിയാണ് അത്. എസൻഷ്യലൈസേഷൻ. പ്രക്രിയാപരമായി മനസ്സിലാക്കേണ്ടതിനെ സത്താപരമായി മനസ്സിലാക്കുക. എൻ്റെ ഒരു അടിസ്ഥാന വീക്ഷണം സത്താപരമായി ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഏത് ശ്രമവും ചരിത്രവിരുദ്ധവും അതിഭൗതികവുമാണ്. അത് എൻ്റെ വീക്ഷണമല്ല, മാർക്സിസത്തിന്റെ അടിസ്ഥാന നിലപാടാണ്. ചരിത്രവിരുദ്ധവും അതിഭൗതികവുമാണ്. ചലനാത്മകവും ബഹുസ്വരവും സംഘർഷാത്മകവുമാണ് യാഥാർത്ഥ്യം. സത്താപരവും കേവലവും നിശ്ചലവും അല്ല. ഒരു യാഥാർത്ഥ്യത്തെ സത്താപരമോ കേവലമോ നിശ്ചലമോ ആയി കാണുക,
അതിൻ്റെ അന്തിമാർത്ഥം പ്രഖ്യാപിക്കുക, അതിനെ കാലത്തിൽ മാറ്റമേതുമില്ലാത്ത കേവല മൂല്യമായി സങ്കല്പിക്കുക, ഇതിനൊക്കെ ഒരാൾക്ക് അവകാശമുണ്ട്. അതൊന്നും ഞാൻ നിരസിക്കുന്നില്ല. പക്ഷെ ഒരു മാർക്സിസ്റ്റ് സമീക്ഷയെ സംബന്ധിച്ച് അത് അങ്ങേയറ്റം അസ്വീകാര്യമാണ്. ഞാൻ അതുകൊണ്ട് ഈ നിലപാടിനെ സ്വീകരിക്കുന്ന ആളല്ല. പ്രക്രിയാപരമായി ഇതെങ്ങനെയാണ് വരുന്നത്? ഞാൻ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപയുക്തമായി തോന്നിയിട്ടുള്ള ഒരു സമീപനത്തെ കുറിച്ച് പറയാം. അത് റെയ്മണ്ട് വില്യംസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കൾച്ചറൽ ക്രിട്ടിക്ക് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറയുന്നത് ഏത് സാമൂഹ്യ പ്രതിഭാസത്തിലും, ഏത് വലിയ സാഹിത്യ കലാ പാഠത്തിലും, ഏത് സോഷ്യൽ ഫോർമേഷനിലും ഒക്കെ പല ബലങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. അദ്ദേഹം അതിനെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പല ബലങ്ങൾ. അദ്ദേഹം പറയുന്നത് അതിനകത്തൊരു ഡോമിനന്റ് ആയ ഒരു തലം ഉണ്ടാവും, ആധിപത്യപരമായ ഒരു തലം ഉണ്ടാവും. വർത്തമാനകാലത്ത് സാമൂഹ്യാധിപത്യം നേടിയിട്ടുള്ള ആശയാവലികൾ ആ പാഠത്തെയോ ആ പ്രക്രിയയുടെയോ മുകളിൽ ആധിപത്യം ചെലുത്താം. അതിനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അങ്ങനെയായിരിക്കും. ഡോമിനന്റായ ഒരു തലം, ഒരു പ്രവണത ആ പാഠത്തിലുണ്ടാവും. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഡോമിനന്റായ ഒരു പ്രവണതയുണ്ട് എന്നതിൻ്റെ അർത്ഥം മറ്റ് പ്രവണതകളൊന്നും ഇല്ല എന്നല്ല. അദ്ദേഹം 3-4 വ്യത്യസ്ത പ്രവണതകളെ കണ്ടെടുക്കുന്നുണ്ട്. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഈ ആധിപത്യപരമായ വർത്തമാനകാല പ്രവണത പിന്തള്ളിക്കളഞ്ഞ, അത് പുറകോട്ട് തള്ളി മാറ്റിയ ഭൂതകാലത്തിന്റെ അവശിഷ്ട രൂപങ്ങൾ, ആ അവശിഷ്ട രൂപങ്ങൾ ഈ പ്രവണതയിൽ പ്രവർത്തിക്കും. പലപ്പോഴും അദ്ദേഹം പറയുന്നത് ആധിപത്യ വ്യവഹാരത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അത് ഈ ഭൂതകാലത്തിന്റെ അവശിഷ്ട രൂപങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് അവയെ കൂടി ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും എന്നാണ്. അദ്ദേഹം ഈ ഭൂതകാല അവശിഷ്ട രൂപങ്ങളെ വിളിക്കുന്നത് റെസിഡ്യുവൽ, അവക്ഷിപ്തപരം എന്നാണ്. ഡോമിനന്റ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ റെസിഡ്യുവലുമായി അതിന് നല്ല വിനിമയ ശേഷി വേണം. റെസിഡ്യുവലിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ അതിൻ്റെ ഒരു ആധികാരികതയും ബലവുമൊക്കെ സ്വീകരിച്ചിട്ടല്ലാതെ, ഏറ്റുവാങ്ങിക്കൊണ്ടല്ലാതെ, അതിൻ്റെ മറപറ്റി നിന്നിട്ടല്ലാതെ പലപ്പോഴും ആധിപത്യപരമായ പ്രവണതകൾക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഈ റെയ്മണ്ട് വില്യംസ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന് സമാനമായൊരു വിശദീകരണം ഇതേ ഭാഷയിലൊന്നുമല്ല, മാർക്സിന്റെ 1850-കൾ 48-ൽ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് 18th ബ്രൂമയർ ഓഫ് ലൂയി ബോണപ്പാർട്ട് എന്ന കൃതി. ലൂയി ബോണപ്പാർട്ട് ഒരു ഫ്രഞ്ച് രാജാവാണ്. അയാള് 18th ബ്രൂമയർ എന്ന് പറയുന്ന ഒരു മാസത്തിലെ ഒരു ദിവസത്തിന്റെ പേരാണ്. ബ്രൂമയർ ഒരു പഴയ ഫ്രഞ്ച് മാസങ്ങളിൽ ഒന്നിന്റെ പേരാണ്. അതിലാണ് മാർക്സിന്റെ പ്രസിദ്ധമായ വാക്യമുള്ളത്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഹെഗൽ സെയ്സ്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് ഹെഗൽ പറയുന്നു. ഹി ഫർഗെറ്റ്സ് ടു ആഡ് ഫസ്റ്റ് എസ് ട്രാജഡി ദെൻ എസ് എ ഫാഴ്സ്. ആദ്യം ദുരന്തമായും പിന്നെ കോമാളിത്തമായും ചരിത്രം ആവർത്തിക്കുന്നു എന്ന മാർക്സിന്റെ മനോഹരമായ വാക്യമൊക്കെ വരുന്നത് ഈ ടെക്സ്റ്റിന്റെ തുടക്കത്തിലാണ്. അതിന്റെ ആരംഭത്തിലെ ഒരു ഗംഭീര വാക്യമുണ്ട്. ഞാൻ ആ വാക്യം മുഴുവനായിട്ട് ഓർക്കുന്നില്ല. ആ വാക്യത്തിന്റെ ആശയം ഇതാണ്: അത്യന്ത നിർണായകമായ ചരിത്ര സന്ദർഭങ്ങളിൽ ചരിത്രത്തിലെ വിധി നിർണായകമായ ഭാഗം അഭിനയിക്കാൻ വരുന്ന ആളുകൾ അവര് ഭൂതകാലത്തിന്റെ പദാവലികളും ആടയാഭരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് തങ്ങൾ പഴയ കാലത്തിന്റെ പ്രൗഢിയിലും പദവിയിലുമാണ് എന്ന് സ്വയം ധരിച്ചും ലോകത്തെ ധരിപ്പിച്ചുമാണ് ഈ ചരിത്രത്തിലെ ഒരു നൂതന രംഗം അഭിനയിക്കാൻ പുറപ്പെടുക എന്ന് അർത്ഥം വരുന്ന ഒരു വാക്യം, ദീർഘമായൊരു വാക്യമാണ് മാർക്സ് എഴുതുന്നുണ്ട്. ഏതാണ്ട് റെയ്മണ്ട് വില്യംസ് പറയുന്നത് ഈ കാര്യമാണ്. റെസിഡ്യുവൽ, ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളെയും അവക്ഷിപ്ത രൂപങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാംസ്കാരിക ബലം സ്വീകരിച്ചുകൊണ്ടാണ് ആധിപത്യ വ്യവഹാരത്തിന് പ്രവർത്തനശേഷി കൈവരിക്കാൻ കഴിയുക. നാരായണ ഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോൾ
ചെയ്യുന്നത് ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവങ്ങളും വിഗ്രഹപ്രതിഷ്ഠയും ഒക്കെ മധ്യകാല മതാത്മകത ജന്മം നൽകിയ ഒന്നാണെങ്കിലും മനുഷ്യ ജീവിതത്തിൽ ആഴത്തിൽ വേര് പിടിച്ചു കിടക്കുന്ന ആ ഭൂതകാല അവക്ഷിപ്തങ്ങളെ സ്വാംശീകരിച്ച് അവയ്ക്കുള്ളിലേക്ക് ആധുനികതയുടെ മൂല്യസഞ്ചയത്തെ സന്നിവേശിപ്പിച്ച് ആധുനികതയുടെ ഒരു വ്യവഹാരത്തെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഗുരു വിഗ്രഹപ്രതിഷ്ഠയിൽ ശ്രമിക്കുന്നത് എന്ന് കാണാം. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കില്ല. ഈ ആധിപത്യ വ്യവഹാരം മുമ്പോട്ട് പോകുമ്പോൾ ഈ ആധിപത്യ വ്യവഹാരത്തിനുള്ളിലേക്ക് തന്നെ ഈ ആധിപത്യ വ്യവഹാരത്തിന്റെ വിപരീതമാകാൻ, അതിൻ്റെ ആധിപത്യ യുക്തിയെ അട്ടിമറിക്കാൻ പോന്ന ബലങ്ങൾ ഉയർന്നു വരുന്നുണ്ടാവും. റെയ്മണ്ട് വില്യംസ് അതിനെ വിളിക്കുന്നത് എമർജന്റ് എന്നാണ്. ആവിർഭാവപരം, ആവിർഭൂതമാകുന്ന ബലങ്ങൾ. ഈ ആവിർഭൂതമാകുന്ന ബലങ്ങൾ ആധിപത്യപരത്തിന്റെ യുക്തിയെ പലപ്പോഴും ചോദ്യം ചെയ്യും. ഒന്നുകിൽ അതിനെ അട്ടിമറിക്കും, അല്ലെങ്കിൽ പുറന്തള്ളും. ഈ സംഘർഷം നമുക്ക് കാണാൻ പറ്റും. വിഗ്രഹപ്രതിഷ്ഠയിൽ നിന്ന് ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് പോയി. ഇനി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കരുത് എന്നിടത്തേക്ക് എത്തുന്നു. ഇത് ആധിപത്യപരമായ മതാത്മക യുക്തിയിൽ നിന്ന് അതിൻ്റെ വിമർശനാത്മക സ്ഥാനത്തേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അഥവാ ആവിർഭൂതമാകുന്ന വീക്ഷണങ്ങൾ ഈ ആധിപത്യ വ്യവഹാരത്തിലേക്ക് തള്ളിക്കയറാനായിട്ട് നടത്തുന്ന ശ്രമമാണ്. അതുകൊണ്ട് ഗുരുവിന്റെ ക്ഷേത്രപ്രതിഷ്ഠ എന്ന ഒരൊറ്റ സാമൂഹ്യ ഇടപെടലിലേക്ക് നോക്കിയാൽ ആധുനികതയുടെ മൂല്യ സംസ്ഥാപനം എന്ന ആധിപത്യ വ്യവഹാരം അതിലുണ്ട്. ക്ഷേത്രപ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങൾ എന്നെല്ലാമുള്ള അവക്ഷിപ്തപരമായ അംശങ്ങളുണ്ട്. ക്ഷേത്രങ്ങളെയും വിഗ്രഹസങ്കല്പത്തെയും നിരസിക്കുന്ന പിൽക്കാലത്തെ ആധുനിക യുക്തിയുടെ രംഗപ്രവേശവും അവിടെയുണ്ട്. ഇത് മൂന്നും ഗുരുവിന്റെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഇത് മൂന്നും ചേർന്ന ഒരു സംഘർഷാത്മക പ്രക്രിയയാണ് ഗുരുവിന്റെ വിഗ്രഹം. അതല്ലാതെ ആ വിഗ്രഹം മധ്യകാല മതാത്മകതയുടെ ഒരു വിഗ്രഹത്തിന്റെ തുടർച്ചയല്ല. മധ്യകാലത്തും ക്ഷേത്രങ്ങളിൽ ഇന്നും തന്ത്രവിദ്യകളോടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നുണ്ട് ആളുകൾ. അതേ വിഗ്രഹം തന്നെയാണ് ഗുരുവും പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ഗുരു മധ്യകാല മതാചാരങ്ങളെ മടക്കിക്കൊണ്ടുവന്ന ഒരാളാണ് എന്ന് വിലയിരുത്താൻ ഒരാൾക്ക് എല്ലാ അവകാശവും ഉണ്ട്. ആ വിലയിരുത്തലിലുള്ള സുപ്രധാനമായ ഒരു പരിമിതി, അത് വിഗ്രഹപ്രതിഷ്ഠയെ വിഗ്രഹമായി കാണുന്നു, പ്രക്രിയയായി കാണുന്നില്ല. പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമല്ല വിഗ്രഹത്തിന്റെ അർത്ഥം. ആ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിനുള്ളിൽ അരങ്ങേറുന്ന പ്രക്രിയയും അതിൻ്റെ ഫലങ്ങളുമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഡോമിനന്റ് എന്താണ്, റെസിഡ്യുവൽ എന്താണ്, എമർജന്റ് എന്താണ്, ഇവ തമ്മിലുള്ള വിനിമയങ്ങൾ ആ യാഥാർത്ഥ്യത്തിന്റെ ഉള്ളടക്കത്തെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നാലോചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ, പാഠജീവിതത്തിൽ, പ്രതിഭാസങ്ങളിൽ പ്രക്രിയാപരമായ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് റെയ്മണ്ട് വില്യംസ് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഞാൻ ഒരു സാമൂഹ്യ സാംസ്കാരിക വിശകലനത്തിന് അടിസ്ഥാനപരമായി പിൻപറ്റുന്നത് ഈ ഒരു വീക്ഷണത്തെയാണ്. ലളിതമായി പറഞ്ഞാൽ പ്രക്രിയാപരമായ വീക്ഷണമാണ്. പാഠജീവിതത്തിലും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലും അന്തിമാർത്ഥം ആരോപിക്കുന്ന സത്താപരമായ സമീപനം എനിക്കില്ല. ആ സമീപനം ഒരാൾ സ്വീകരിക്കുന്നത് അയാളുടെ സ്വാതന്ത്ര്യം. അതാണ് ഒരു മാർക്സിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത് ദയവായി ശരിയല്ല. ഇനി ഞാൻ മഹാഭാരതത്തെ കുറിച്ചുകൂടി ഇതിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മഹാഭാരതത്തിന്റെ ജീവിതം എന്താണ്? മഹാഭാരതത്തിൽ പ്രാചീനമായ ഇന്ത്യയിലെ പെർക്കികളുടെ, ഗംഗാതടങ്ങളിൽ അലഞ്ഞു നടന്ന ആദിമവാസികളെന്ന് കൊസാംബി വിശേഷിപ്പിക്കുന്ന പെർക്കികളും അവരുടെ ഗോത്രജീവിതവും അതിൻ്റെ മുദ്രകളും ആർക്കേക്ക് എന്നൊക്കെ റെയ്മണ്ട് വില്യംസ് വിശേഷിപ്പിക്കുന്ന അതിപ്രാചീനതയുടെ അവശിഷ്ടങ്ങൾ ഒരു ഭാഗത്ത്,
അതിന് പിന്നാലെ രൂപപ്പെട്ടു വന്ന മഹാഭാരതത്തിലെ ആധിപത്യ വ്യവഹാരമായി ഉറച്ച ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് ഉപയോഗപ്പെടുത്തിയ കുലഗോത്ര പാരമ്പര്യങ്ങൾ, ദ്രൗപദിയുടെ ബഹുഭർത്തൃത്വം അടക്കമുള്ള കുലഗോത്ര പാരമ്പര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട കഥയെ ബ്രാഹ്മണ്യത്തിന്റെ ആശയാവലികൾ കൊണ്ട് നിറച്ചിട്ടാണ് ഭാരതത്തെ ബ്രാഹ്മണ്യം മഹാഭാരതം ആയി മാറ്റിയത്. അപ്പോ കുലഗോത്ര പാരമ്പര്യങ്ങളുടേതായ ഒരു റെസിഡ്യുവൽ ഫ്രെയിം മഹാഭാരത പാഠം എന്ന നിലയിലേക്ക് ഉയർന്നു വന്ന ഒരു ഡോമിനന്റ് ഫ്രെയിം. ആ ഡോമിനന്റ് ഫ്രെയിമിലെ ബ്രാഹ്മണ്യത്തെ പല പടവുകളിൽ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ ഉയർന്നു വരുന്ന ഒരു ഭാഗത്ത് ബൗദ്ധ പാരമ്പര്യം, മറുഭാഗത്ത് ബൗദ്ധ പാരമ്പര്യത്തിന്റെ ധാരാളം മുദ്രകൾ മഹാഭാരതത്തിലുണ്ട്. ഇതൊന്നുമില്ല, ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ധാരാളം വിമർശനങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, മഹാഭാരതത്തെ കുറിച്ച് വലിയ പണ്ഡിതന്മാർ നടത്തുന്ന നിരീക്ഷണങ്ങൾ ദയവായി ശ്രദ്ധാപൂർവം വായിക്കണം. ഞാനൊരു ദിവസം കാലത്ത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ആശയമൊന്നുമല്ല മഹാഭാരതത്തിലെ ബൗദ്ധ പാരമ്പര്യം എന്നത്. അത് പറോമില ധാപ്പറോ കൊസാംബിയോ അല്ലെങ്കിൽ വെന്റി ഡോണിഗറോ ഒക്കെ പോലുള്ള എത്രയോ പഠിതാക്കൾ എത്രയോ കാലം ആലോചിച്ച് കണ്ടെത്തുന്ന ആശയങ്ങളാണ് ഇവയൊക്കെ. ഞാൻ അതിനെ ക്രോഡീകരിച്ച് പറയുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ മഹാഭാരതത്തിൽ ബൗദ്ധാംശമുണ്ടെന്നൊക്കെ ഇതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, മഹാഭാരതം നല്ല ശ്രദ്ധാപൂർവം വായിച്ചാല് ഇതൊക്കെ കാണാനായിട്ട് പറ്റും. ഇതൊന്നും ചെയ്യില്ല, സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് താല്പര്യം എന്നൊരാൾ കരുതിയാൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതാണ് മഹാഭാരതത്തിന്റെ അർത്ഥമെന്ന് അദ്ദേഹത്തിനോ അവർക്കോ ധരിക്കുകയും ചെയ്യാം. ഞാനത് അംഗീകരിച്ചു തരണം എന്ന് വാശി പിടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. ഡോമിനന്റായ വ്യവഹാരത്തിനെതിരെ ഉയർന്നു വരുന്ന ബൗദ്ധ പാരമ്പര്യം, പ്രാദേശിക നാടോടി പാരമ്പര്യങ്ങൾ, മുഗൾ പാരമ്പര്യത്തിലെ മഹാഭാരതം, 20-ാം നൂറ്റാണ്ടിന്റെ സാഹിത്യ ഭാവനയിൽ ഉയർന്നു വരുന്ന മഹാഭാരത വ്യാഖ്യാനങ്ങൾ നോക്കൂ. ഏകലവ്യനെയും ഘടോത്കചനെയും കൊലപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുന്ന മഹാഭാരതത്തിനെതിരായ ബോധത്തിൽ നിന്നാണ് താൻ 2-ാം ഊഴം എഴുതുന്നത് എന്ന് പറയുന്ന MT മഹാഭാരതത്തിന്റെ ബ്രാഹ്മണീകൃത പാഠത്തിന്റെ ഡോമിനന്റ് വെർഷന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ല. മഹാഭാരതം എന്ന പ്രക്രിയക്കുള്ളിൽ ആ പ്രക്രിയയിലെ ഡോമിനന്റായ വെർഷനെതിരെ ഉയർന്നു വരാവുന്ന ഒരു കൗണ്ടർ നെറേറ്റീവോ അല്ലെങ്കിൽ ഉയർന്നു വരാവുന്ന ഒരു എമർജന്റായ ഒരു പൊസിഷനോ ആണ്, അതിന്റെ ഒരു അംശത്തെയാണ് ആ ടെക്സ്റ്റ് ഉയർത്തുന്നത്. PK ബാലകൃഷ്ണൻ ഉയർത്തുന്നത്. സ്ത്രീയുടെ ജീവിതത്തെ ഇതുപോലെ അനാഥമാക്കി തീർത്ത ഈ യുദ്ധം, വീരസാഹസികത്വം, ഈ പുരുഷ പ്രതാപങ്ങൾ, അതിനെതിരായ വിമർശനമാണ് ആ കൃതി. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇങ്ങനെ എത്രയോ അംശങ്ങളിൽ മല്ലികാ സാരാഭായിയുടെ ദ്രൗപദി, പീറ്റർ ബ്രൂക്കിന്റെ മഹാഭാരത നാടകം, ഇതൊന്നും ബ്രാഹ്മണ പാഠത്തിന്റെ പുനരാവർത്തനങ്ങളല്ല. ബ്രാഹ്മണ പാഠത്തിന് ആധിപത്യം കൈവന്ന മഹാഭാരതത്തിലെ ഡോമിനന്റ് ഡിസ്കോഴ്സിനെതിരെ ഉയർന്നു വരുന്ന എമർജന്റ് ഡിസ്കോഴ്സുകളാണ്, ആവിർഭാവപരമായ വ്യവഹാരങ്ങളാണ്. അത് മഹാഭാരതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ മഹാഭാരത വ്യവഹാരത്തെ തിരുത്തുകയോ ചെയ്യാം. എന്ത് സംഭവിക്കുമെന്നത് ചരിത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഈ 3000 കൊല്ലത്തെ 3 സഹസ്രാബ്ദം പിന്നിട്ട മഹാഭാരതത്തിന്റെ പാഠജീവിതത്തിന്റെ വൈപുല്യവും സംഘർഷങ്ങളും അവയുണ്ടാക്കിയ ഭിന്നാർത്ഥങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ അലകടൽ പോലെ നിൽക്കുമ്പോൾ അത് ആധിപത്യത്തിന്റെയും അവക്ഷിപ്തത്തിന്റെയും ആവിർഭാവത്തിന്റെയും
അവക്ഷിപ്തത്തിനു മുമ്പുള്ള കേവല പ്രാചീനതയുടെയും ഒക്കെ അടയാളങ്ങൾ പതിഞ്ഞു കിടക്കുന്ന ഒരു വിപുല വ്യവഹാരമായിരിക്കുമ്പോ ആ വ്യവഹാരത്തെ കാണാതെ അതിലെ ഒരു ഘടകത്തെ, അതിലെ ഒരു ആധിപത്യ യുക്തിയെ മഹാഭാരതത്തിന്റെ അന്തിമാർത്ഥമാണ് എന്ന് കരുതുന്നത് മഹാഭാരതത്തിന്റെ പ്രക്രിയാപരമായ ഉള്ളടക്കത്തെ നിരസിച്ച് അതിൽ സത്താപരമായ ശാശ്വതാർത്ഥം ആരോപിക്കലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തെ ഏകാർത്ഥമായി കാണുന്നില്ല. ഒരർത്ഥമായി കാണാൻ ഞാൻ ശരിയാണ്, പക്ഷെ ഒരേ ഒരർത്ഥമായി കാണാൻ ശരിയല്ല. ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭാവിയിൽ എപ്പോഴെങ്കിലും മറുവാദം ഉയർന്നു വരുമോ? എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് നാം കാണുന്ന മഹാഭാരതാർത്ഥം മഹാഭാരതത്തിന്റെ ഉത്ഭവം മുതൽ ഇതുവരെ മാറ്റമില്ലാതെ നിലനിന്നതല്ല. ഇന്ന് നാം കൊണ്ടു നടക്കുന്ന മഹാഭാരതാർത്ഥം മഹാഭാരതത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിലെ അർത്ഥമണ്ഡലമാണ്. അതിനു മുമ്പും പിമ്പും ആ അർത്ഥമണ്ഡലം പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, തിരുത്തപ്പെട്ടിട്ടുണ്ട്, വ്യത്യസ്താർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിന്റെ അവസാനത്തെ രംഗം നാം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ധരിക്കാതിരിക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. ചരിത്രത്തിന്റെ അവസാന രംഗം അഭിനയിക്കാൻ പുറപ്പെട്ടവരല്ല നമ്മളാരും. അതുകൊണ്ട് ചരിത്രം ഇനിയും പാഠങ്ങളെ പരിണമിപ്പിച്ചേക്കും. ആ പാഠാന്തര പരിവർത്തനത്തിൽ മനുഷ്യ സംസ്കാരത്തിന്റെ വലിയ ഈടുവയ്പ്പുകൾക്ക് ഇക്കാലം വരെയുള്ള അർത്ഥങ്ങളിൽ നിന്ന് ഭിന്നമായ അർത്ഥവും അനുഭവവും കൈവന്നേക്കും. ആ അർത്ഥാനുഭവങ്ങൾക്ക് എന്താണ് അവയുടെ ഭാവി ജീവിതമെന്ന് വിധിക്കാൻ നമുക്കിപ്പോഴേ കഴിയില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഭാവി എന്തായിരിക്കും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയെടുത്തോളം ഇത് ഏകാർത്ഥ ജീവിതം അല്ല, ഏകാർത്ഥ ജീവിതമാണ് ഇതിനുള്ളത് എന്ന് വാദിക്കുന്ന ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം പൊതുവെ ബ്രാഹ്മണ്യത്തിന്റെ മതാത്മക വീക്ഷണമാണ്. അവർ പറയുന്നത് ഈ കൃതിക്ക് ഒറ്റർത്ഥമേ ഉള്ളൂ, അത് പ്രപഞ്ചപരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ദൗത്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു കഥയാണ് മഹാഭാരതം എന്നാണ്. പ്രപഞ്ചപരമാത്മാവായ ഈ മഹാഭാരത കൃഷ്ണൻ തന്നെ ചരിത്രത്തിന്റെ എത്രയോ പടവുകൾക്ക് ശേഷം ആ പദവിയിലെത്തിയ ഒരാളാണ് എന്ന കാര്യമാണ് ഞാൻ മഹാഭാരത കൃഷ്ണനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം. അതുകൊണ്ട് ഹിന്ദുത്വം മുമ്പോട്ട് വയ്ക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ മഹാഭാരത സങ്കല്പം സത്താപരമായ ഏകതയിൽ അതിനെ ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു യുക്തിയെ ചുമക്കേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോ, കൃഷ്ണനിലേക്ക് നോക്കുമ്പോ ആദിവാസി സമൂഹങ്ങളുടെ നായകബിംബമായി തുടങ്ങിയ ഒരു കൃഷ്ണനെ കാണാം. ആ കൃഷ്ണൻ പരിണമിച്ച് വന്ന് 20-ാം നൂറ്റാണ്ടിലെ ഗീതാധ്യാനങ്ങളിലൂടെ ഗീതോപദേശകൻ മാത്രമായ ഒരു കൃഷ്ണനായി പരിണമിക്കുന്നതും കാണാം. ഈ പരിണാമത്തിനിടയിൽ കൃഷ്ണന് 100 ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങൾക്കെല്ലാം അർത്ഥമേ ഉള്ളൂ, അത് ഈ അവസാനത്തെ 100 കൊല്ലത്തെ അർത്ഥമാണ് എന്നൊരാൾ കരുതുന്നെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. പക്ഷേ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് എന്നോട് നിർബന്ധപൂർവം പറയരുത് എന്ന അഭ്യർത്ഥന മാത്രമേ എനിക്ക് അവരോടുള്ളൂ. ഞാൻ കരുതുന്നത് ഇന്ത്യാ ചരിത്രത്തിലെ ഭൗതിക പ്രക്രിയകളെ ഭാവനാത്മകമായി സംഗ്രഹിച്ച ഒരു പ്രതീകമാണ്, ഒരാശയ വ്യവസ്ഥയാണ്. അതിലെ സംഘർഷാത്മക മാനങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു പ്രതീക വ്യവസ്ഥയുടെ പേരാണ് കൃഷ്ണൻ എന്നാണ്. അല്ല, കൃഷ്ണൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ച ഒരാള് മാത്രാണ്, വേറെ ജീവിതങ്ങളൊക്കെ അതിന്റെ അനുബന്ധങ്ങളാണ്. അതിനൊന്നും കാര്യമായ അർത്ഥമില്ല. ഭഗവത്ഗീത ഉപദേശിച്ച ഒരാള് മാത്രാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണനെ അങ്ങനെയേ കാണാവൂ. ഗീത ബ്രാഹ്മണ്യത്തിന്റെ ടെക്സ്റ്റാണ്, എനിക്കതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഞാനത് 100% അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആ ഗീത ഉപദേശിച്ച കൃഷ്ണനെ മാത്രമേ കാണേണ്ടൂ, അല്ലാതെ ഗോപികമാരുടെ വസ്ത്രം കവർന്ന കൃഷ്ണനെ കാണണ്ട, ഇന്ദ്രനെതിരെ യുദ്ധം ചെയ്ത കൃഷ്ണനെ കാണേണ്ട, അസുരനായി സ്വയം ജീവിച്ച കൃഷ്ണനെ കാണണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിശ്ചയമായും ഓരോ വായനക്കാരനും ഓരോ വ്യാഖ്യാതാവിനുമുണ്ട്. പക്ഷെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വായനയാണ്.
കൃഷ്ണസങ്കല്പത്തിന്റെ അന്തിമാർത്ഥം അതാണ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിന് നമ്മുടെ ജീവിതത്തോളമേ വലിപ്പമുള്ളൂ എന്ന ഒരു അതിവാദത്തിലേക്ക് അത് ചെന്ന് ചേരും. പണ്ട് വിജയമാഷ് പറയുന്നുണ്ട്, നിർഭാഗ്യവശാൽ ലോകത്തിന് നമ്മുടെ വീട്ടുപറമ്പിനേക്കാൾ വലിപ്പമുണ്ട്, ചരിത്രത്തിന് നമ്മുടെ വയസ്സിനേക്കാൾ ദൈർഘ്യവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അനുഭവ ബോധ്യങ്ങളിൽ നിന്ന് ചരിത്രത്തിന് ആകമാനം വിലയിടാൻ പുറപ്പെടുന്ന, അതിനെ സത്താവൽക്കരിക്കാൻ പുറപ്പെടുന്ന രീതിയോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ഒരു മാർക്സിസ്റ്റ് സമീക്ഷ പുലർത്തുന്ന ആള് എന്ന നിലയ്ക്ക് എനിക്ക് യോജിപ്പില്ല. മറിച്ച് ആളുകളുടെ ധാരണയില്ലായ്മയാണ്, വിവരക്കുറവാണ്, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ചില യുക്തിവിചാരങ്ങളിലെ ഭ്രംശങ്ങളാണ് ഇവയുടെയൊക്കെ അന്തിമാർത്ഥം എന്ന് കരുതി ഒരാൾ അതിനെ തള്ളിക്കളയാൻ പുറപ്പെടുന്നെങ്കിൽ നിശ്ചയമായും അങ്ങനെ ഒരു വായനയുടെ സാധ്യതയെ ഞാൻ അംഗീകരിക്കുന്നു. അതും ഒരാൾക്ക് സ്വീകരിക്കാവുന്ന ഒരു വഴിയാണ്. ഞാൻ അത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആസ് ബീയിങ് എ മാർക്സിസ്റ്റ് എനിക്ക് ചരിത്രത്തെ പ്രക്രിയാപരമായി അല്ലാതെ സ്തബ്ധവും സത്താപരവുമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഒരൊറ്റ അർത്ഥമേ മഹാഭാരത പാഠത്തിനുള്ളൂ, ഒരേ ഒരു മൂല്യമേ അത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊന്നും. അതിപ്പോ മഹാഭാരതത്തെ കുറിച്ച് മാത്രമല്ല കേട്ടോ. ഞാൻ 2 ഉദാഹരണങ്ങൾ നേരത്തെ കേരളാനുഭവത്തെ മുൻനിർത്തി പറഞ്ഞതാണ്. നാരായണ ഗുരുവിന് ഒരർത്ഥമല്ല, ഓണത്തിനൊരർത്ഥമല്ല, രവിവർമ്മയുടെ ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ ഒരർത്ഥമല്ല, ഒന്നിനും ഒരർത്ഥമല്ല. ഒരു നിർണായക സന്ദർഭത്തിൽ അതൊരു അർത്ഥം നമ്മൾ ഉറപ്പിക്കും. അത് നമ്മുടെ ആവശ്യമാണ്, അത് തെറ്റുമല്ല. ആ സമരമുഹൂർത്തത്തിൽ അതിനെ അഭിസംബോധന ചെയ്യാൻ നമുക്കത് ആവശ്യമായിട്ട് വരും. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ആ പ്രക്രിയയുടെ യാഥാർത്ഥ്യം അതായതുകൊണ്ടല്ല, നമ്മുടെ ആവശ്യം അതായതുകൊണ്ടാണ്. നമ്മുടെ ആവശ്യങ്ങളെ ചരിത്രത്തിന്റെ അന്തിമാർത്ഥമായി കാണുന്നതിൽ വലിയ കാര്യമില്ല. മാർക്സിസം എന്താണ്? ലെനിന്റെ വളരെ ലളിതമായൊരു നിർവചനമുണ്ട്. സമൂർത്ത സാഹചര്യങ്ങളെ, സമൂർത്ത യാഥാർത്ഥ്യങ്ങളെ സമൂർത്തമായി മനസ്സിലാക്കലാണ്. സമൂർത്തത എന്നതിൻ്റെ അർത്ഥം വിതിൻ ദ കോൺട്രഡിക്ഷൻസ്, വിതിൻ ഇറ്റ്സ് ഹിസ്റ്റോറിസിറ്റി, വിതിൻ ഇറ്റ്സ് ഡൈനാമിക്സ്. അതിൻ്റെ ചലനാത്മകതയിൽ, അതിൻ്റെ ചരിത്രാത്മകതയിൽ, അതിൻ്റെ വൈരുദ്ധ്യാത്മകതയിൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കലാണ് മാർക്സിസം. അതുകൊണ്ടൊരു പാഠത്തെ നിശ്ചലമായ ഒരു അന്തിമ സത്തയായി കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മഹാഭാരതത്തെ കുറിച്ച് മാത്രമല്ല, ഏത് പാഠത്തിലും തോതും തരവുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. മഹാഭാരതത്തിനുള്ള ഇത്രയും വൈവിധ്യം രാമായണത്തിനില്ല. ഇതിന്റെ 100-1 വൈവിധ്യം, പരിണാമാത്മക സ്വഭാവം വേദങ്ങൾക്കില്ല. അത്ര പോലും ബ്രാഹ്മണങ്ങൾക്കോ മറ്റോ ഉണ്ടാവില്ല. അതുകൊണ്ട് അനുപാത ഭേദം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഞാൻ കുറെ നേരം ഇത് അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. റൈമണ്ട് വില്യംസ് പറയുന്ന രസമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ദീർഘമായ കാലയളവുകളെ വിലയിരുത്താൻ നമ്മൾ ഉണ്ടാക്കുന്ന സാമാന്യ സംജ്ഞകൾ, ഇപ്പൊ ബൂർഷ്വാ കൾച്ചർ, ഫ്യൂഡൽ കൾച്ചർ മുതലായ സംജ്ഞകൾ, അദ്ദേഹം അതിനെ വിളിക്കുന്നത് എപ്പോക്കൽ ഡെഫിനിഷൻസ്, യുഗാത്മക നിർവചനങ്ങൾ. അത് വേണ്ടിവരും. ഒരു ദീർഘകാലത്തെ പൊതുവായി മനസ്സിലാക്കാൻ നമുക്ക് അത്തരം ടേംസ് വേണ്ടി വരും. പക്ഷെ ആ യുഗാത്മക നിർവചനങ്ങളെ അതേപടി എടുത്ത് ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് മുകളിൽ ആരോപിച്ചാൽ നമുക്ക് കിട്ടുക ടോട്ടലി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ധാരണകളായിരിക്കും. എലിസബത്തൻ നാടകവേദിയുടെ, എലിസബത്തൻ കാലഘട്ടത്തിന്റെ എഴുത്തുകാരനാണ് ഷേക്സ്പിയർ. കൊളോണിയൽ വ്യാപനത്തിന്റെ ആരംഭഘട്ടമാണ്. രാജവാഴ്ച അതിന്റെ ഉച്ചപ്രതാപത്തിൽ നിൽക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എലിസബത്തൻ നാടകവേദി എന്ന് വിളിക്കുന്നു. പക്ഷെ രാജാധിപത്യത്തിന്റെയും കൊളോണിയൽ വ്യാപനത്തിന്റെയും കാലമെന്ന ആ എപ്പോക്കലായ യുഗാത്മകമായ നിർവചനത്തെ
ഷേക്സ്പിയറുടെ ഓരോ നാടകങ്ങൾക്ക് മുകളിലും യാന്ത്രികമായി നമ്മൾ ആരോപിച്ചാൽ ഷേക്സ്പിയർ നാടകങ്ങളെ കുറിച്ച് സമ്പൂർണമായ തെറ്റിദ്ധാരണ മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. ഇപ്പൊ ഹാംലെറ്റിന്റെ പ്രശ്നം എന്ന പേരിൽ ടി.എസ്. എലിയറ്റ് ചൂണ്ടിക്കാണിച്ച ആ നാടകത്തിന്റെ ഭദ്രതയില്ലായ്മ, അതിനെക്കുറിച്ച് പിന്നീട് ഫ്രെഡറിക് ജെയിംസൺ പറയുന്ന രസമുള്ള ഒരു കാര്യം, വാസ്തവത്തിൽ എലിയറ്റ് ചൂണ്ടിക്കാണിച്ച ഭദ്രതയില്ലായ്മയുടെ അടിസ്ഥാനം മധ്യകാലത്തെ പ്രതികാര ദുരന്ത നാടകങ്ങളുടെ റിവെഞ്ച് ട്രാജഡീസ്, അതിന്റെ ഫോർമാറ്റിലേക്ക്, അതിന്റെ രൂപഘടനയ്ക്കുള്ളിലേക്ക് ആധുനികമായ സ്വതന്ത്ര മനുഷ്യ വ്യക്തിത്വത്തിന്റെ ആശയങ്ങളെ കുത്തിക്കടത്താൻ ഷേക്സ്പിയർ ശ്രമിക്കുമ്പോഴാണ് ആ നാടകം രൂപപരമായി സന്നിഗ്ധമായി തീരുന്നത്. അതായത് എമർജ് ചെയ്തു വരുന്ന ഒരു ആധുനിക വ്യക്തിത്വത്തിന്റെ ആന്തര സംഘർഷങ്ങൾ, അത് മധ്യകാല നാടകത്തിന്റെ രൂപസംവിധാനം, ഇവ രണ്ടും കൂട്ടിവിളക്കുമ്പോൾ നാടകത്തിനകത്തൊരു ക്രൈസിസ് വരുന്നു. ആ ക്രൈസിസ് തെളിഞ്ഞത് ഫോമിലാണ്. അതുകൊണ്ട് ഫോമിലെ ക്രൈസിസ് രണ്ട് ഹിസ്റ്റോറിക്കൽ എപ്പോക്സ് തമ്മിലുള്ള ക്ലാഷാണ്. ഈ ക്ലാഷ് ഒക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ എപ്പോക്കലായ ഡെഫിനിഷൻ ഉണ്ടല്ലോ, എലിസബത്തൻ നാടകവേദി, രാജവാഴ്ചയുടെയും കൊളോണിയലിസത്തിന്റെയും ഒരു യുക്തി, അതിനകത്ത് അതിനെ വാഴ്ത്തിപ്പാടിയ ഒരാള് എന്ന സാമാന്യ യുക്തി കൊണ്ട് നമ്മൾ ഷേക്സ്പിയറെ അളക്കാൻ തുടർന്നാൽ ഇതൊന്നും കണ്ണിൽ തെളിയില്ല. അപ്പൊ ഷേക്സ്പിയർ ഒരു രാജസ്തുതിക്കാരനാവും. നോക്കൂ, അങ്ങനെ എപ്പോക്കൽ ഡെഫിനിഷൻസ് സ്പെസിഫിക് ആയ പ്രോസസ്സിന് മുകളിൽ ആരോപിക്കുന്നത് അങ്ങേയറ്റം ചരിത്രവിരുദ്ധമായ അമൂർത്തമായ ആരോപണങ്ങളുടേതായ ഒരു രീതിയാണ്. അട്രിബ്യൂഷൻസ് ആണ്. നാം ആരോപിക്കുകയാണ്, നാം അതിനുള്ളിൽ നോക്കുകയല്ല, പുറമേ നിന്ന് അതിലേക്ക് ആരോപിക്കുകയാണ്. അത്തരം ആരോപണങ്ങൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ഒരു നിലയ്ക്കും പര്യാപ്തമാകില്ല എന്നാണ് ഈ റൈമണ്ട് വില്യംസ് ഒക്കെ കരുതുന്നത്. മാർക്സിസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്റെയും ധാരണ അതാണ്. മറ്റ് സമീപനങ്ങളുള്ളവർക്ക് നിശ്ചയമായും മറ്റു സമീപനങ്ങൾ സ്വീകരിക്കാം. ആകെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, വ്യത്യസ്ത സമീപനങ്ങൾക്ക് ഈ പാഠങ്ങളെ വ്യത്യസ്തമായി കാണാനുള്ള സാധ്യതയുണ്ട് എന്നും എന്റേത് ഇങ്ങനൊരു വഴിയാണ് എന്ന് ഞാൻ 100% അംഗീകരിക്കാൻ തയ്യാറാണ്. മറ്റത് മറ്റൊരു വഴിയാണ് എന്ന നിലയ്ക്ക് അതിന്റെ സാധ്യത അംഗീകരിക്കാനും എനിക്കൊരു മടിയുമില്ല. അതല്ലാതെ മറ്റൊരു വഴിയിലൂടെ ചെന്നെത്തുന്ന നിഗമനം ഈ കൃതിയുടെ അവസാന സത്യമാണ്, ഞാൻ അവസാന സത്യം പറഞ്ഞിരിക്കുന്നു, അതിനു മുമ്പിൽ മുട്ടുകുത്തുവിൻ എന്ന് ദയവായി എന്നോട് പറയരുത്. അത് വേറൊരു വഴിയാണ്. ആ വഴിയിലൂടെ പോകുന്നവർക്ക് ആ വഴിയിലൂടെ പോകാം. എന്തായാലും മാർക്സിസ്റ്റ് സംസ്കാര വിശകലനത്തിന്റെ വഴി യുക്തിവാദത്തിന്റെയോ അല്ലെങ്കിൽ സത്താവാദത്തിന്റെയോ സ്വത്വപരമായ ധാരണകളുടെയോ കേവലമായ വഴിയല്ല, മറിച്ച് റാൻസി എന്ന് പറയുന്ന സൗന്ദര്യശാസ്ത്ര ചിന്തകൻ പറയുന്നുണ്ട്, ലിറ്ററാരിറ്റി ഈസ് എ ലിവിങ് ഡയലക്റ്റിക് എന്ന് പറയുന്നുണ്ട്. സാഹിതീയത എന്ന് പറയുന്നത് എസൻഷ്യലായ ഒരു മൂല്യമല്ല, അതിന്റെ അടിസ്ഥാനം ലിവിങ് ഡയലക്റ്റിക്, ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയായിരിക്കലാണ് ഒരു കൃതിയുടെ സാഹിതീയതയുടെ അടിസ്ഥാനം. സോ there must be contradictions in a text. ഒരു പാഠത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേ തീരൂ. ആ വൈരുദ്ധ്യങ്ങളും അവയുണ്ടാക്കുന്ന കലക്കങ്ങളുമാണ് ഒരു കൃതിയുടെ മൗലികമായ സാഹിതീയതയുടെ സൗന്ദര്യാത്മകതയുടെ ആധാരം. അല്ലാതെ പ്രസ്താവനാ സദൃശ്യമായ സൈദ്ധാന്തിക കൃത്യത വിളിച്ചു പറയുക എന്നത് സാഹിത്യ പാഠങ്ങളുടെ ധർമ്മമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. ചില സവിശേഷ ഘട്ടങ്ങളിൽ അങ്ങനെയും ചെയ്യേണ്ടി വരും, അത് തെറ്റൊന്നുമല്ല. പക്ഷെ അതാണ് സാഹിത്യത്തിന്റെ ശരിയായ തലം എന്ന് നാം ധരിച്ചുകൂടാ. അതൊരു ഘട്ടത്തിൽ സാഹിത്യത്തിന് കൈവരുന്ന പ്രത്യേകമായ ഒരു പ്രയോജനമാണ്. ആ പ്രയോജനം അതിന്റെ ഒരേ ഒരു ധർമ്മമല്ല, എപ്പോഴത്തെയും ധർമ്മവും അല്ല. ഇതാണ് പൊതുവിൽ എനിക്ക് ഈ ദളിത് നിലപാടിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്നോ ഒക്കെ
മഹാഭാരതം വായിച്ചാല് അത് സവർണതയെ പുനഃസ്ഥാപിക്കലാകും. ഇപ്പൊ ഞാൻ ലളിതമായിട്ട് പറയാം, മഹാഭാരതം കത്തിച്ചു കളയണമെന്ന് കേശവദേവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് കാൽക്കാശിന് പോലും യോജിക്കുന്ന ഒരാളല്ല. അങ്ങനെ മനുഷ്യവംശത്തിന്റെ ഭൂതകാലത്തെ മുഴുവൻ കത്തിച്ചു കളഞ്ഞ് നിങ്ങൾക്ക് ശൂന്യ സ്ഥലത്ത് നിങ്ങളുടെ ഒരു ആദർശ ലോകം ഉണ്ടാക്കാം എന്നത് ശുദ്ധമായ ഒരു ഭാവനയാണ്. വിജയമാഷ് പണ്ട് പറയും, നമ്മൾ ആരും ഉടുത്തൊരുങ്ങിയിട്ടല്ല ജനിക്കുന്നത്, നമ്മള് നഗ്നരായി ജനിക്കുന്നു. ഈ ലോകത്ത് നിലനിൽക്കുന്ന വസ്ത്രങ്ങളും വേഷഭൂഷകളും അണിഞ്ഞ് ഇവിടെ മനുഷ്യരായി കഴിയുന്നു. അതല്ലാതെ നമ്മുടേതായ രൂപത്തിൽ ഉടുത്തൊരുങ്ങി നാം ആദ്യമേ പുറപ്പെട്ടു വരികയല്ല. അതുകൊണ്ട് ഭൂതകാലത്തെ റദ്ദാക്കി നമ്മുടെ ആദർശാത്മക ഭാവനാ ലോകത്ത് ജീവിക്കാമെന്നത് യാഥാർത്ഥ്യവുമായി ചേരുന്ന ഒരു കാര്യമല്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ അതേപടി നമ്മുടെ ഭൂതകാലത്തിൽ സന്നിവേശിപ്പിക്കുന്നത് വാസ്തവത്തിൽ ചരിത്രവിരുദ്ധമായ ഒരു സമീപനാണെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. മഹാഭാരതത്തെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റേത് പാഠത്തെ സംബന്ധിച്ചും പ്രക്രിയയെ സംബന്ധിച്ചും അതാണ് ശരി എന്ന് ഞാൻ കരുതുന്നു. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് മഹാഭാരതത്തിൽ ഞാൻ സ്വീകരിച്ച സമീപനത്തെയും അതിൻ്റെ പിന്നിലുള്ള രീതിശാസ്ത്രപരമായ സമീക്ഷയെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ മഹാഭാരതത്തിന്റെ ഈ വൈവിധ്യത്തെ കാണുന്നത് കൊണ്ടാണ് അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ പ്രത്യേകമായിട്ട് എടുത്തിട്ട് ഇത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന് മുതിരാത്തത്. അത് അതിനെ ഇപ്പം മാരാർക്ക് അങ്ങനെ ചോദിക്കാം. കാരണം മാരാര് മഹാഭാരതത്തെ സുനിശ്ചിത പാഠമായിട്ടാണ് കാണുന്നത്. ആ സുനിശ്ചിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാരാര് ധർമ്മത്തെ കുറിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആലോചനാ രീതി വ്യത്യസ്തമായതുകൊണ്ട് അങ്ങനെ ഒരു ശരിതെറ്റിന്റെ ചോദ്യോത്തരം അല്ല ഞാൻ അതിനകത്ത് ഉയർത്താൻ ശ്രമിച്ചത് എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നന്ദി സുനിൽ മാഷ്. എത്ര മനോഹരമായ ശൈലിയാണത്. നിർഗളമായ ഒരു നദി ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു കാട്ടാർ ഒഴുകുന്ന പോലെ ആസ്വദിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുനിൽ മാഷിന്റെ അടുത്ത് ഒരു 3-4 ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. സുനിൽ മാഷെ പറഞ്ഞോളൂ. ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ മാഷ് അവസാനം പറഞ്ഞ് വെച്ച അവിടെ നിന്ന് തന്നെ ഒരു ചോദ്യം ഉള്ളത് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് മാഷ് വിശദീകരിച്ചു. അതായത് ദളിതരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഭൗതികവാദികളുടെ നിലപാടിനെ അദ്ദേഹം അങ്ങയുടേതായിട്ടൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. പക്ഷെ ഒരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഈ വ്യവസ്ഥാപിത ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നും അങ്ങേക്ക് എത്ര മാത്രം പിന്തുണ കിട്ടി എന്നുള്ളതാണ്. നിലപാടിന്റെ ശരിയല്ല, അങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണ എത്രമാത്രം ഈ നിലപാടുകൾക്ക് കിട്ടി എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദ്യമായിട്ട് ഒരാൾ അയച്ചിട്ടുണ്ട്. അല്ല, വ്യവസ്ഥാപിത ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പൊ ലളിതമായിട്ട് പറഞ്ഞാല് പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ ഞാനിതെവിടെയും അവതരിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പ്രസ്ഥാനത്തിന്റെ പിന്തുണ പൊതുവിൽ ഇതിനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ ഒരു വീക്ഷണത്തോട് പൊതുവെ യോജിപ്പുള്ളവരാണ്. തീവ്ര ഇടതുപക്ഷ നിലപാടുള്ളവര് ഇതിനെ പൊതുവെ പരിഹാസപൂർവ്വമാണ് കണ്ടത്. ഞാൻ വർഗീയതയെ സൂത്രത്തിൽ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് വരെ ഇതിന്റെ പശ്ചാത്തലത്തില് ചീത്തവിളി കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികള് എന്താ പറയാ, എൻ്റെ നാട്ടിലും എനിക്കെതിരെയൊക്കെ നിരന്തരം ജാഥ നടത്തുകയും ആഫീസ് തല്ലിപ്പൊളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ സവർണ വർഗീയതയെ കൊണ്ടുവരുന്ന ആളാണ് എന്ന് ഇടതുപക്ഷത്ത് നിന്നും വിമർശനമുണ്ട്. അത് രണ്ടും കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വ്യവസ്ഥാപിത ഇടതുപക്ഷത്തിന്റെ പാർട്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും നാട്ടിലെ ചെറുതും വലുതുമായ ഇടതുപക്ഷ കൂട്ടായ്മകളും ഒക്കെ ഇതിനോട് വളരെ കൂടുതൽ സഹകരിച്ചിട്ടുണ്ട്. പയ്യന്നൂര് ഈ പ്രഭാഷണം നടത്തിയത് പുരോഗമന സാഹിത്യ സംഘം തന്നെ സംഘടിപ്പിച്ച ഒരു വേദിയിലാണ്. പാർട്ടി പ്ലാറ്റ്ഫോമിലല്ലാന്നേ ഉള്ളൂ. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മാർക്സിസ്റ്റ് സമീപനം എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികൾ പൊതുവെ ഇതിനെ സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഈ മഹാഭാരതത്തിലെ സ്ഥലങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളും ചരിത്രവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കും? വളരെ വിദൂരമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇപ്പൊ കുരുക്ഷേത്രം എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ്, ഹസ്തിനപുരി എന്ന് പറയുന്നത് മീററ്റാണ്, അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഇന്നത്തെ പുരാണ കിലയാണ്. അങ്ങനെ പ്രാചീന കാലത്തെ ചില സ്ഥലങ്ങൾ ഒക്കെ മഹാഭാരത സ്ഥാനങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ വിരാട നഗരം രാജസ്ഥാനിലെ ബർണാവയാണെന്നൊക്കെ പറയുന്നുണ്ട്. പൊതുവിൽ അവിടെയൊക്കെ എക്സ്കവേഷൻ നടത്തി അവിടെയൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ചില മുദ്രകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഇതിന് ചരിത്ര യാഥാർത്ഥ്യവുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഞാൻ തുടക്കം മുതലേ ഈ കൃതിയിൽ പറയുന്നുണ്ട്, മോഹൻദാസ് ഡോക്ടർ അത് പറയണ്ടായി, ഈ അടികലശൽ എന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം അതിനപ്പുറമുള്ളതൊന്നും ആയിരുന്നില്ല യുദ്ധം. പിന്നീട് ഓരോ സമൂഹങ്ങളും അവരുടെ സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഭാവനാത്മകമായി പൊലിപ്പിച്ചെടുത്തു, ഉപയോഗിച്ചു. അപ്പോ അതാണ് ഞാൻ ഈ പറയുന്നത്, മഹാഭാരതത്തെ ഒരു ഫിക്സഡ് ടെക്സ്റ്റ് ആയിട്ട് കണ്ടാലുള്ള കുഴപ്പം, അതത് സമൂഹങ്ങൾ തങ്ങളുടെ ഭാവനാത്മകമായ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു, അത് പ്രവർത്തിച്ചു എന്നതിന്റെ ഭൗതിക അടിസ്ഥാനത്തെ നമ്മൾ കാണില്ല. ഞാൻ പറഞ്ഞില്ല, അക്ബറുടെ കൊട്ടാരത്തിൽ മഹാഭാരതം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും പ്രധാനമായ അവിടെ അതിന് കൈവന്ന ഒരു ഉപയോഗം, രാജാധികാരത്തെക്കാൾ വലുതാണ് മതത്തിന്റെ അധികാരം എന്ന് അക്ബറുടെ കാലത്ത് അക്ബർക്കെതിരെ നിലപാടെടുത്തിരുന്ന മുസ്ലിം മതപണ്ഡിതന്മാരായ ഉലമാക്കൾക്കെതിരെ രാജാവിന്റെ അധികാരമാണ് പരമപ്രധാനം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടാരം പാഠ്യപദ്ധതിയില് മഹാഭാരതത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നത്. നോക്കൂ, ഒരു നൂറ്റാണ്ട് കാലം മുഗൾ സാമ്രാജ്യത്വത്തിനകത്ത് മഹാഭാരതത്തിന് കൈവന്ന ജീവിതത്തിന്റെ ആധാരം മതാധികാരത്തിനെതിരെ രാജാധികാരത്തെ സ്ഥാപിക്കുക എന്നതാണ്. ഈ ടെക്സ്റ്റിനെയും എടുത്ത് നമ്മൾ ഈ ബ്രാഹ്മണ്യം എന്നുള്ള ഒറ്റ പോയിന്റിൽ കൊണ്ടുപോയി നിന്നാൽ ഈ 100 കൊല്ലത്തെ മുഗൾ കൊട്ടാരത്തിലെ മഹാഭാരത ജീവിതത്തിന് എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഭിന്ന ഭിന്നമായ ജീവിതങ്ങളാണ് ഇതിനുള്ളത്. അതൊന്നും നമുക്ക് ചരിത്ര യാഥാർത്ഥ്യം എന്ന നിലയിൽ കാണാൻ പറ്റില്ല. ഭാവനാത്മകമായി ആവിഷ്കരിക്കപ്പെട്ടതാണ്. ഓരോ ഘട്ടത്തിലും ഈ ഭാവന പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ കാണാൻ പറ്റും. ഭാവനയാണ് അതിലെ ചരിത്രാത്മകത, അല്ലാതെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ മറ്റൊരു ചോദ്യം, മഹാഭാരതം എന്ന പുസ്തകം ഒരു ചരിത്ര പുസ്തകമായിട്ട് എടുക്കാമോ എന്നാണ്. ഒട്ടും പറ്റില്ല, ഒട്ടും പറ്റില്ല. മഹാഭാരതം ഒരു എന്താ പറയാ, അതിവിദൂരമായ ഒരു ചരിത്രാംശങ്ങൾ മങ്ങിക്കിടക്കുന്ന, അതിനു മുകളിൽ ഭാവനാത്മകമായി അതിഭീമമായി പെരുപ്പിക്കപ്പെട്ട, അവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഭാവനാത്മകമായി പെരുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓരോ സമൂഹത്തിൻ്റെയും ഇമാജിനേറ്റീവ് ടെറൈൻ, ഭാവനാത്മക മണ്ഡലം ആ സമൂഹത്തിന്റെ സാമൂഹിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഭാവന മനുഷ്യരുടെ എന്താ പറയാ തലയിൽ ഉദിക്കുന്ന തോന്നലുകൾ മാത്രമല്ല, ഭാവനയ്ക്ക് സാമൂഹ്യ അടിസ്ഥാനമുണ്ട്. ഭാവന വെറുതെ ഉണ്ടാവണതല്ല, ഭാവനയ്ക്ക് ചരിത്രത്തിൽ വേറുണ്ട്, സമൂഹത്തിൽ വേറുണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തെ മറ്റൊരു നിലയിൽ ഭാവനാത്മകമായ ഒരു സമൂഹം പുനഃസംഘടിപ്പിക്കുന്നു, വലുതാക്കുന്നു എങ്കിൽ അവരുടെ സാമൂഹ്യ ആവശ്യം മാഷ അത് മ്യൂട്ടായിരുന്നു കേട്ടോ സുനിൽ മാഷെ, മ്യൂട്ടായിട്ടുണ്ട്, മ്യൂട്ടാണ്. ആണോ? ശരി. ഭാവനയെ മനുഷ്യരുടെ തോന്നലുകളായിട്ടോ കെട്ടുകഥകളായിട്ടോ മാത്രമല്ല കാണേണ്ടത്. ഉടലെടുക്കുന്നതാണ്, സാമൂഹിക ആവശ്യങ്ങളിൽ വേറുള്ളതാണ്. അതിനെ ആ നിലയിൽ കാണാൻ ശ്രമിച്ചാൽ മഹാഭാരതത്തിന്റെ ചരിത്രാത്മകതയ്ക്ക് കുറെ കൂടി നമുക്ക് സൂക്ഷ്മത കിട്ടും. പക്ഷെ അത് ഈ ചരിത്രാത്മകത എന്ന് പറയുന്നത് സുനിശ്ചിതമായ ചരിത്ര വസ്തുതകൾ മുൻകൂറായി അതിനകത്തുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഓരോ ഘട്ടത്തിലും അത് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന നിലയില്ല. അതാണ്. ഇനി മറ്റൊരു ചോദ്യം, അതായത് സീതയെ വെട്ടിക്കൊലപ്പെടുത്താനായിട്ട് ലക്ഷ്മണനോട് രാമൻ ആവശ്യപ്പെടുന്നത്
ഡോബി, അതായത് ഒരു ദളിതന്റെ വാക്കുകൊണ്ടാണ്. അതുപോലെ തന്നെ കൃഷ്ണനെ അമ്പെയ്ത് കൊന്നത് ഒരു വേടനാണ്. ഇത് രണ്ടും ദളിതരാണ്. അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളും രചിച്ചതും ദളിതന്മാരാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ആകസ്മികത ഉണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഭാവനാശേഷിയും വ്യാഖ്യാനവും കൊണ്ട് കൂട്ടിയിണക്കാം എന്നല്ലാതെ അതിലൊന്നും. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം കേവല വസ്തുതകളായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വ്യാസൻ രചിച്ചു, വാൽമീകി രചിച്ചു എന്ന് പറയുന്നത് ഒരു കർത്താവിനെ കുറിച്ചുള്ള ഒരു സാങ്കല്പിക ധാരണയാണല്ലോ ഈ വ്യാസൻ വാൽമീകി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വ്യാസനെയും വാൽമീകിയെയും ഒക്കെ നമ്മളെപ്പോലുള്ള മനുഷ്യരായിട്ട് കാണുന്നതിൽ കഥയില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇതിനെയൊക്കെ കൂട്ടിയിണക്കി നമ്മുടെ ബോധ്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല. ചരിത്ര വസ്തുതകൾ എന്ന നിലയ്ക്ക് ഉള്ളതെന്താണ്? വ്യാസനും വാൽമീകിയും ഒക്കെ പതിതർ എന്ന് വിളിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. വേടന്മാരും രാക്ഷസന്മാരും ധാരാളം പേർ മഹാഭാരത പാഠങ്ങളിൽ, രാമായണ പാഠങ്ങളിൽ വരുന്നുണ്ട്. അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. അതൊരു കാര്യമാണ്. അത്രേ പറയാൻ പറ്റൂ. ഈ മറ്റൊരു ചോദ്യം, ഈ മഹാഭാരതം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം സംസ്കൃത ഭാഷയല്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം സംസ്കൃത പാഠത്തിലെ മഹാഭാരതം ആര് വായിച്ചിട്ടുണ്ട്? മഹാഭാരതത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല. ലിഖിത രൂപം സംസ്കൃതമായിരുന്നല്ലോ, പിന്നെ ട്രാൻസ്ലേഷൻ അല്ലേ ഇപ്പൊ നമ്മളൊക്കെ വായിക്കും. അതാ ഞാൻ പറഞ്ഞ, ഈ ലിഖിത രൂപം ആരും വായിക്കുന്നില്ലല്ലോ. ഞാൻ മഹാഭാരതത്തിലേക്ക് വന്നത് എന്താ പറയാ, എന്നെ മഹാഭാരതത്തിലേക്ക് ആകർഷിച്ചത് കുട്ടിക്കാലത്ത് ഇപ്പൊ കുറെ കഥകൾ. പിന്നെ മഹാഭാരതത്തിലേക്ക് വരുന്നതിന് എനിക്ക് പ്രധാന പ്രേരണയായത് PK ബാലകൃഷ്ണന്റെ മഹാഭാരത പഠനങ്ങളാണ്. പിന്നെ രണ്ടാമൂഴം നോവലുകൾ. ഇതെല്ലാം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മഹാഭാരത വിവർത്തനം വായിക്കുന്നത്. വിവർത്തനം വായിച്ചപ്പോഴും ഞാൻ സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, മഹാഭാരതത്തെ കുറിച്ച് ഇന്ത്യയിൽ അറിയാവുന്ന 1,00,000 ഒരാൾ പോലും സംസ്കൃത പാഠം വായിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സംസ്കൃത പാഠം അവിടെ ഉണ്ട്. ആ പാഠമാണ് ഇതിന്റെ ജീവിതത്തിന്റെ ആധാരമെന്ന് കരുതുന്നതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷെ അത് മൂലകൃതി സംസ്കൃതത്തിലുള്ളതുകൊണ്ടല്ലേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അല്ല, അത് നോക്കൂ, അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ മൂലപാഠം അതേപടി ലോകത്ത് മഹാഭാരത പാഠങ്ങളായി പ്രചരിക്കുന്നത് അത്യപൂർവല്ലേ. മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 10ാം പർവം കഴിയുമ്പോ യുദ്ധം കഴിഞ്ഞു, പാണ്ഡവര് ജയിച്ചു, കൗരവര് കൊല്ലപ്പെട്ടു. 11ാമത്തെ പർവം സ്ത്രീപർവം, ഗാന്ധാരി വിലാപമൊക്കെ വരുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ മഹാഭാരത കഥ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് മഹാഭാരതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മഹാഭാരതത്തെ കുറിച്ച് അറിയുന്ന 100-ൽ 95 പേർക്ക് അറിയണ്ടാവില്ല. മഹാഭാരതം പക്ഷെ പിന്നെയും 7 പർവമുണ്ട്. ശാന്തി പർവവും അനുശാസന പർവവും ഇതിന് ശേഷമാണ്. ശാന്തി അനുശാസന പർവങ്ങൾ ചേർന്നാൽ ഏതാണ്ട് 20,000 ശ്ലോകം വരും. മഹാഭാരതത്തിന്റെ 5/1. അതിലെ കഥയുമായിട്ട് യാതൊരു ബന്ധവും നേരിട്ടില്ല. വെറും ചർച്ചകളാ. അപ്പൊ ഇതൊന്നും മഹാഭാരതമായിട്ട് നാട്ടുകാരുടെ ബോധത്തിലൊന്നുമില്ല. നാട്ടുകാരുടെ ബോധത്തിലുള്ള മഹാഭാരതം അതത് നാടുകളിൽ പ്രചരിച്ച കഥകളാണ്, ഐതിഹ്യങ്ങളാണ്. അത് മൂലപാഠത്തിൽ നിന്ന് ചിലതുണ്ട്. വെന്റി ഡോണിയർ രസമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ജയം നിലവിൽ വന്ന് ഭാരതമൊക്കെ ആയ കാലത്ത് തന്നെ ഇത് നാടോടി പാരമ്പര്യത്തിലേക്ക് മഹാഭാരത കഥകൾ പ്രവേശിച്ചു. ഈ നാടോടി പാരമ്പര്യത്തിൽ നിന്ന് അവ തിരിച്ച് സംസ്കൃത പാഠത്തിലേക്ക് വേറെ ശ്ലോകങ്ങളായി കടന്നു കയറുകയും ചെയ്തു. അപ്പൊ അവര് പറയണത് സംസ്കൃത പാഠത്തിൽ നിന്ന് നാടോടി പാരമ്പര്യങ്ങളിലേക്ക് പോവുക, നാടോടി പാരമ്പര്യങ്ങളിലുണ്ടായ കഥകളും കഥനങ്ങളും ഒക്കെ പ്രക്ഷിപ്തങ്ങളായി, കൂട്ടിച്ചേർക്കലുകളായി
സംസ്കൃത പാഠത്തിലേക്ക് വരികയും ചെയ്യുക. അല്ലാതെ മൂലപാഠത്തിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാധനമൊന്നുമല്ല ഈ മഹാഭാരതം. മൂലത്തിലേക്ക് പരിഭാഷകളിൽ നിന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ടതുമാണ്. അതായത് ഇന്ത്യയിലെ നാടോടി പ്രാദേശിക ഭാഷകളിലുണ്ടായ മഹാഭാരത കഥകൾ മഹാഭാരതത്തിന്റെ മൂലപാഠമെന്ന് നാം കരുതുന്ന സംസ്കൃത പാഠത്തിലേക്ക് എത്രയോ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ആദ്യം പൂർണ്ണ രൂപത്തിലൊരു മഹാഭാരതം സംസ്കൃതത്തിൽ ഉണ്ടാവുക, പിന്നെ പ്രാദേശിക ഭാഷകളിലേക്ക് അത് പതിയെ പതിയെ പരക്കുക, അങ്ങനെയല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ മൂലകഥ മാത്രമാണ്. ആ കഥ നാട്ടിൽ പരന്നു. നാട്ടിൽ പരന്നപ്പോൾ അതിനുണ്ടായ വൈവിധ്യങ്ങളൊക്കെ മൂലപാഠത്തിലേക്ക് പിന്നെ പിന്നെ കൂടിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് പൊതുവിലുള്ളത് എന്താണ്? മൂലകഥയാണ്. ആ കഥ എന്താണ്? കുരുഗോത്രങ്ങൾക്കിടയിലുള്ള അധികാര വടംവലിയുടെയും യുദ്ധത്തിന്റെയും കഥ. അത് മഹാഭാരതം പരന്ന സ്ഥലങ്ങളിലൊക്കെ ആ മൂലകഥയുണ്ട്. അതിന്റെ മുകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതൊക്കെ പല രൂപത്തിൽ പലയിടങ്ങളിലാണ്. ആ കൂട്ടിച്ചേർക്കലുകളുടെ ഒരു പാഠത്തെയാണ് നമ്മൾ സംസ്കൃത പാഠം എന്ന് വിളിക്കുന്നത്. ഒരേ ഒരു പാഠം അതല്ല. അതുകൊണ്ട് ആ ഒറ്റ പാഠമേ ശരിയായിട്ടുള്ള പാഠമായിട്ടുള്ളൂ, മറ്റതൊക്കെ പൊട്ടത്തരാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വാദം. അങ്ങനെ കരുതുന്നത് ബ്രാഹ്മണ്യാണ്. ആ വാദം ഞാൻ ചുമക്കുന്നില്ല. അത്രേ ഉള്ളൂ. വളരെ ക്ലിയർ ആണ്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റിവേഴ്സ് ഓസ്മോസിസ് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് മറ്റുള്ള ഈ നാടൻ. ഡെഫിനറ്റ്ലി മൂലപാഠം എന്നല്ല, അതിന്റെ മൂലകഥയിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്കുള്ള വ്യാപനം, പ്രാദേശിക പാഠങ്ങളുടെ വിപുലനം, ആ പ്രാദേശിക പാഠങ്ങളിൽ നിന്ന് മൂലപാഠം എന്ന് വിളിക്കുന്ന സംസ്കൃത പാഠത്തിലേക്കുള്ള മടങ്ങി വരവ്, അത് വെന്റിഡോണിയർ പറയുന്നുണ്ട്, ഒരു ഊഞ്ഞാലാട്ടം പോലെയാണ്. അത് സംസ്കൃതത്തിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക്, പ്രാദേശിക ഭാഷകളിൽ നിന്ന് തിരിച്ച് സംസ്കൃതത്തിലേക്ക് നിരന്തരം ഇങ്ങനെ ഊഞ്ഞാലാടിയാണ് 1000-1500 കൊല്ലം കൊണ്ട് ഈ ടെക്സ്റ്റ് ഉണ്ടായത്. അല്ലാതെ ഒറ്റയടിക്ക് സംസ്കൃത ടെക്സ്റ്റ് ആദ്യമേ പൂർണ്ണാവുകയെന്നല്ല. കൃത്യമാണ്. പക്ഷെ വേറൊരു ചോദ്യം, അതായത് നമ്മുടെ ഈ പുസ്തകം മഹാഭാരതം ഗംഗാതടത്തിൽ ഉത്ഭവിച്ച കഥ എന്ന രീതിയിൽ പലപ്പോഴും കാണുന്നുണ്ട്. ഈ ഗാന്ധാരം ഒക്കെ എടുക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ശകുനീനെ കേന്ദ്രീകരിച്ച് മറ്റൊരു മഹാഭാരതം ഉണ്ട് എങ്കിൽ ഇത് അതിനേക്കാൾ കൂടുതലല്ലേ എന്റെ സ്കോപ്പ് അല്ലെങ്കിൽ എന്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് ഗംഗയ്ക്കും അപ്പുറത്തില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, ഗംഗാതടങ്ങളിലാണ് കുരുഗോത്രങ്ങളുടെ ആവാസസ്ഥാനം എന്നേ പറയാൻ പറ്റുള്ളൂ. മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ജീവിച്ചതും അരങ്ങേറിയതും ഒക്കെ ഇപ്പൊ ഗാന്ധാരി വരുന്നത് ഗാന്ധാരത്തിൽ നിന്നാണല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ജോഗ്രഫിക്കലായ ഒരു ഫ്രെയിമുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നതിൽ കഥയില്ല. ഈ ഗാന്ധാരം എന്ന് പറയുന്നത് നമ്മുടെ മഹാജനപദങ്ങൾ എന്ന് വിളിക്കപ്പെട്ട 16 ആദിമ ഭരണസ്ഥാനങ്ങളിൽ ഒന്ന് ഗാന്ധാരാണ്. അത് ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ഇന്നത്തെ ഉത്തരേന്ത്യയും വടക്കു പടിഞ്ഞാറൻ ഭൂപ്രദേശങ്ങളും എല്ലാം ചേർന്ന ഒരു സ്പേഷ്യൽ ഫ്രെയിം ആയിരിക്കും മഹാഭാരതത്തിൻ്റെത്. അതിന്റെ കേന്ദ്രം ഈ യുദ്ധവും മറ്റുമൊക്കെ അരങ്ങേറിയത് ഒരുപക്ഷെ ഗംഗാതടങ്ങളിൽ ചുറ്റുവട്ടത്തൊക്കെ ആയിരിക്കാമെന്നേ ഉള്ളൂ. അതിന്റെ സ്പേഷ്യൽ ഫ്രെയിം കുറെ കൂടി വലുതാ.